പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് ചെയ്യുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആശ്രയിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഇത് കർത്താവിൻ്റെ കൂടെയുള്ള സമയമാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. എല്ലാ ദിവസവും നമുക്ക് കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും കർത്താവ് നമുക്ക് കൃപ തരുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. തുറമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വരുന്നു. ഇന്നലെ കേട്ട വചനമല്ല, വചനചിന്ത ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കൃപാവരങ്ങളെ കുറിച്ച്, ആത്മീയവരത്തെക്കുറിച്ച്, പ്രവചനവരം. നമ്മൾ ഇന്നലെ പ്രവചന വരത്തെ പറ്റിയാണ് കേട്ടതല്ലേ. പ്രവചന വരത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ കേട്ടു. പ്രവചന വരം കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റി നമ്മൾ കേട്ടു. അപ്പോൾ ഓരോ കൃപാവരത്തിനും നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് എന്തിനാണ്, അപ്പോൾ ഓരോ വിശ്വാസിക്കും ദൈവം വരങ്ങൾ നൽകിയിട്ടുണ്ട്. വരങ്ങളുടെ പ്രത്യേകത ആ വരങ്ങൾ ഉപയോഗിച്ച് വേണം വിശ്വാസി ജീവിക്കുവാനും അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാത്രമാണ്. അതായത് ഇത് ആർക്കും സ്പെഷ്യലായി ലഭിക്കുന്നതല്ല, എല്ലാവർക്കും ഒരേപോലെ കർത്താവ് കൊടുക്കുന്നതാണ്. കാരണം ഞാൻ തുടക്കത്തിൽ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. ഇതൊക്കെയും നമുക്ക് പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കിലേക്ക് ഞാൻ വരുവാണ്. നിങ്ങൾക്ക് കൃപാവരങ്ങളെപ്പറ്റി നമുക്ക് എന്തുണ്ടാകണം? അറിവുണ്ടാകണം. അപ്പോൾ ഈ കൃപാവരങ്ങളെ പറ്റിയുള്ള അറിവാണ് കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വചനം പറയുന്ന സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരാകരുതെന്ന് ഞാൻ ഗ്രഹിക്കുന്നു. അപ്പോൾ അറിവ് നമുക്ക് വേണം. നമ്മൾ ഇന്നലെ കേട്ടതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, വേറൊരുത്തന് ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവർത്തികളുടെ വരം, മറ്റൊരുവന് പ്രവചനവരം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം. അപ്പം നമ്മൾ ഇന്നലെ പ്രവചന വരത്തെപ്പറ്റി കേട്ടു, പ്രവചന വരത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി കേട്ടു. ഇനി വിവേചിക്കുന്ന വരമുണ്ട്. വിവേചിക്കുന്ന വരം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു ഒരു ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കർത്താവിൻ്റെ അടുക്ക വന്ന് പരിമള തൈലം കൊണ്ട് മറിയം എന്ത് ചെയ്തു? കർത്താവിൻ്റെ കാലയിൽ അസുഗന്ധ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ പരിമള തൈലം പോലെ കർത്താവിൻ്റെ കാലിന്മേൽ എന്ത് ചെയ്തു? ഒഴിച്ച് ആ മുടി കൊണ്ട് എന്ത് ചെയ്തു? അത് തുടച്ചെടുത്തു. അപ്പോൾ ഇത് കണ്ട അവിടെ ഇരുന്നൊരു പരീശൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇവൾ എങ്ങനെ ഉള്ളവൾ എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പോൾ യേശു ഒരു പ്രവാചകനാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം. നല്ലൊരു സ്ത്രീ അല്ലായിരുന്നു. ലോകത്തിൻ്റെ മോഹത്തിലുള്ള അല്ലെങ്കിൽ ആ പാപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, സഹോദരിയായിരുന്നു. എന്നാൽ ഈ സഹോദരി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ യൂദാ പോലും പറയുന്നുണ്ട്, ഇത് പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ, അതായത് അത്രയ്ക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ വില കൂടിയ ഒരു കാര്യം എടുത്ത്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണ നമ്മളൊരു ഒരു ഒരു കപ്പിൽ ഒരു ബോട്ടിലിരിക്കുന്ന വെള്ളം, 10 രൂപയ്ക്ക് കിട്ടുന്ന വെള്ളം വെറുതെ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കൊണ്ട് വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകും, കൈ കഴുകും, അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യത്തില്ല, വില കൂടിയ ഒരു വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് നമ്മൾ വെറുതെ വഴിയിൽ ഒഴിച്ച് കളയത്തില്ല, നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കും. ഞാനിത് ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ സഹോദരി
ഈ പരിമള തൈലം എടുത്തു കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലിൽ അത് പുരട്ടി, അത് ആ ഭരണി പൊട്ടിച്ച് ആ ഭരണി മുഴുവനുള്ള ആ ഒരു തൈലം കർത്താവിൻ്റെ കാലയിൽ എന്ത് ചെയ്തു? ഒഴിച്ചു. മുടി കൊണ്ട് അത് കഴുകി തുടച്ചെടുത്തു. അപ്പോൾ ഇത് കണ്ട യൂദ പറഞ്ഞു, ഇത് പാവങ്ങൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പാവങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, പകരം പണസഞ്ചി യൂദയുടെ കയ്യിലായിരുന്നു. അപ്പോൾ അത്രയും വിലപിടിപ്പുള്ള ഒരു സുഗന്ധവർഗ്ഗമായിരുന്നു, അല്ലെങ്കിൽ പരിമള തൈലമായിരുന്നു കർത്താവിൻ്റെ കാൽക്കലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു പരീശൻ പറഞ്ഞു, ഇവൾ എങ്ങനെ ഉള്ളവൾ എന്ന് യേശുവിന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അയാൾ മനസ്സിൽ പറഞ്ഞതാണ്. ഉടനെ പെട്ടെന്ന് കർത്താവ് എന്ത് ചെയ്തു? തിരിച്ചു പെട്ടെന്നൊരു മറുപടി, ഇവൾ എങ്ങനെ ഉള്ളവൾ എന്നുള്ള അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കർത്താവ് എന്ത് ചെയ്തു? അവിടെ തിരിച്ചു പറയുകയാണ്, ഇവളെനിക്ക് നന്നായിട്ടറിയാം, ഇവളെൻ്റെ മുന്നോട്ടുള്ള മരണ ശുശ്രൂഷയ്ക്ക് സമാനമായിട്ട് ചെയ്യുകയാണ്. ദരിദ്രം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ശ്രദ്ധിച്ചോണം, ദരിദ്രം നിങ്ങളുടെ എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഇല്ല എന്നൊരർത്ഥമാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ശരീരത്തിൽ. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു. ആ ഒരു വരവാണ് വിവേചന വരം, വിവേചിക്കുവാനുള്ള വരം. അത് മനുഷ്യനെ മാത്രമല്ല, പല കാര്യങ്ങളെ വിവേചിക്കുവാൻ നമുക്ക് വരങ്ങളുണ്ട്. വിവേചനാത്മാവ്. നമുക്കൊരു വചനം കേട്ടാൽ ആ വചനം പരിശുദ്ധാത്മാവിൽ നിന്നാണോ അല്ലെങ്കിൽ മാനുഷിക ബുദ്ധിയിൽ നിന്നാണോ വരുന്നത് നമുക്ക് വിവേചിക്കുവാൻ നമുക്ക് ഈ ഒരു വരം നമ്മളെ സഹായിക്കും. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രദറെ എല്ലായിടത്തും വചനം തന്നെയല്ലേ പറയുന്നത്? ചിലരിങ്ങനെ പറയാറുണ്ട്, ബ്രദറെ എല്ലാ വചനവും കേൾക്കുന്നത് നല്ലതല്ലേ, എല്ലാ ഇടങ്ങളിലും പോയി വചനം കേൾക്കുന്നത് നല്ലതല്ലേ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാര്യം അവിടെയും ബൈബിളല്ലേ പ്രസംഗിക്കുന്നത്, എന്താണെങ്കിലും ബൈബിൾ വചനമല്ലേ കേൾക്കുന്നത് എന്ന് എന്ത് ചെയ്യാറുണ്ട്? ചിലർ പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വളരെ സൂക്ഷിക്കേണ്ട പുസ്തകമാണ്. ഇത് ബുദ്ധിയിൽ ഒരു വ്യക്തി വ്യാഖ്യാനിക്കുന്നൊരു വ്യാഖ്യാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് വിശ്വാസമാകുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് നിങ്ങളെ എന്ത് ചെയ്യായിരിക്കും? മിസ്ലീഡ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. ഒരു വാക്യം ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിച്ചോണം. അപ്പോൾ പല ആളുകളും നിങ്ങൾക്കറിയാം, നമുക്ക് ഒത്തിരി കൺസെപ്റ്റുകൾ പല ഇടങ്ങളിൽ നമ്മൾ കുറേ നാളുകളായിട്ട് തിരുത്തിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ കുറേ നാൾ മുമ്പ് കേട്ടു പല ആളുകളുടെയൊക്കെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ട് വന്നിരുന്ന, ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായിട്ട് ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല, പക്ഷേ സത്യം ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയത്തില്ല. നമ്മളെല്ലാവരും ഓരോ കാലഘട്ടത്തിലും ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി മുതൽ അങ്ങ് മുഴുവനും ഒത്തിരി തിരുത്തലുകൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവർ പല കാര്യങ്ങളും ആദ്യം പറഞ്ഞതല്ല പിന്നീട് അവർക്ക് സത്യം മനസ്സിലായപ്പോൾ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിച്ഛേദനയെ പോലെയുള്ള കർമ്മങ്ങളെ അവർ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ വാക്യം പറഞ്ഞു തരാം. നിങ്ങൾ ചിലർ വാചകം വയ്ക്കുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. 1 കൊരിന്ത്യർ 12-9 മുതലാണ്. അപ്പോൾ നമുക്ക് വിവേചിക്കാൻ പറ്റും. പിന്നെ നമ്മളിലേക്ക് ഒന്ന് പെട്ടെന്ന് വരാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയെന്ന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ. വചനത്തെ നാം ആദ്യം വിവേചിക്കേണ്ടത്, കേൾക്കുന്ന വചനം മാനുഷിക വചനമാണോ, അത് ബുദ്ധിയിൽ നിന്ന് വരുന്ന വ്യാഖ്യാനമാണോ, അതോ പരിശുദ്ധാത്മാവിലെ വ്യാഖ്യാനമാണോ? പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തിക്ക് വചനം കേട്ടാൽ, അല്ലെങ്കിൽ അവൻ എത്ര പ്രശ്നക്കാരനാണെങ്കിലും എത്ര കുഴപ്പത്തിലാണെങ്കിലും ഏത് പ്രശ്നത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനോട് ചേരുവാൻ അവൻ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നിരിക്കട്ടെ, പക്ഷേ യേശുവിലേക്ക് ചേരുവാൻ അവനൊരു മനോഭാവം ഉണ്ടായി വരും. അവൻ്റെ ഭയം മാറി കർത്താവിലേക്ക് അടുക്കുവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. 2, അവന് ആശ്വാസം ഉണ്ടാവും. 3, അവന് സമാധാനം ഉണ്ടാവും. 3, അവനൊരു സ്വസ്ഥതയിലേക്ക് അവൻ പ്രവേശിക്കും. ഒരു വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേട്ടിട്ട് വലിയൊരു ഭാരം തോന്നുക. ചിലരൊക്കെ കേൾക്കും, പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കൊരു ഭാരം വരത്തില്ലേ, നമുക്കൊരു ഭയം കയറി വരത്തില്ലേ, നമുക്കൊരു അസ്വസ്ഥത വരുന്നില്ലേ? ഒരിക്കലും ക്രിസ്തു യേശുവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവിടെ എന്തുണ്ടാകത്തില്ല? അസ്വസ്ഥതകൾ ഉണ്ടാകത്തില്ല. ഇനി വിവേചന വരം ഉള്ളൊരു വ്യക്തിക്ക് ഉടനെ അത് മനസ്സിലാകും, ഇത് ബുദ്ധിയിലെ വ്യാഖ്യാനമാണ്. അല്ലാത്ത വ്യക്തി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് ആമേൻ പറഞ്ഞ് ഇതും ശരിയാ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അത് ഏറ്റെടുക്കും, അത് വിശ്വസിക്കും. അത് തെറ്റായ വ്യാഖ്യാനമായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അത് തിന്മയായി ഭവിക്കും. അപ്പോൾ ഞാൻ ഈ വിവേചന വര ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാനിപ്പോൾ തിരിച്ചു വരും. 2 ദിവസം നമ്മൾ വിവേചന വരത്തെപ്പറ്റി കുറച്ച് ദിവസങ്ങളിൽ ചിന്തിക്കും. 2 ദിവസമല്ല, 1-2 വാക്യങ്ങൾ വേറെ നമ്മൾ പറയാനുണ്ട്.
അപ്പോൾ നമുക്ക് എങ്ങനെ വിവേചിക്കുവാൻ കഴിയും? ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുകയില്ല എന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ ആദ്യം കൊരിന്ത്യ ലേഖനം ധ്യാനിച്ചപ്പോൾ മനസ്സിലായിരുന്നു. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് മനുഷ്യനോട് പോരാട്ടമില്ല എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ഒരു തിന്മയായി നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വ്യക്തിയല്ല കുഴപ്പം, ആ വ്യക്തിക്കകത്തിരിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്, ഒരു ദുരാത്മാവുണ്ട്. പലപ്പോഴും ആ ദുരാത്മാക്കൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ വ്യക്തിയോട് ദേഷ്യപ്പെട്ടൊരു വാക്ക് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് തിന്മയായി വരും. ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ വ്യക്തിക്കകത്തിരിക്കുന്ന സ്പിരിറ്റിനെ നിങ്ങൾ വിവേചിക്കുന്നവരാകണം. ഉദാഹരണമായിട്ട് പറയാം, യേശുക്രിസ്തു ശുശ്രൂഷയിൽ വരുന്ന സമയത്ത് ഒരു സിനഗോഗിൽ ഒരു ദിവസം 18 വർഷമായിട്ട് കൂനിയായൊരു സ്ത്രീയുണ്ട്. ആ സഹോദരന്റെ അടുക്കലേക്ക് യേശു വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, 18 വർഷമായി സാത്താൻ കൂനിയായി ബന്ധിച്ച നിന്നെ സൗഖ്യമാക്കുന്നു. അപ്പോൾ കർത്താവിന് എങ്ങനെ മനസ്സിലായി ആ കൂന് രോഗമല്ല, അതിൻ്റെ പിന്നിലൊരു ആത്മാവായിരുന്നു, രോഗാത്മാവാന്ന് എങ്ങനെ മനസ്സിലായി? യേശുക്രിസ്തുവിൻ്റെ അകത്ത് വിവേചിക്കുവാനൊരു ആത്മാവിരിപ്പുണ്ട്. ആ ആത്മാവിനാണ് മനസ്സിലായി ഇത് രോഗമല്ല, ഇത് ദുരാത്മാവാണ്, ഇത് പിശാച് കയറി ആ രോഗത്തിൻ്റെ പേര് കയറി ഇരിക്കുന്നതാണ്. ആ 18 വർഷമായി ബന്ധിച്ച പിശാചിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവിടെ എന്തുണ്ടായി? ആ മകള് സൗഖ്യമായി. നമുക്കറിയാം, കർത്താവ് 6000 ഭൂതം ബാധിച്ച ലെഗ്യോൻ വെച്ച ഒരു മനുഷ്യനെ യേശു എന്ത് ചെയ്തു? സൗഖ്യമായി. അപ്പം നമുക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാകുന്നില്ല? ഞാൻ എല്ലാത്തിലും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് പ്രോത്സാഹനങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് കൃപാവരങ്ങളിൽ ജ്വലിക്കുവാനുള്ള ഏക മാർഗം. കൃപാവരങ്ങളിൽ ജ്വലിക്കുവാനുള്ള ഏക മാർഗം നിങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, അതിനാണ് സഭകൾ. കൊരിന്ത്യ ലേഖനം നിങ്ങൾ മുഴുവൻ വായിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ, ഞാൻ ഈ പറഞ്ഞ തുടക്കത്തിലെ വാക്യമുണ്ടല്ലോ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൃപാവരങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവർ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ ഈ കൊരിന്ത്യ ലേഖനം 12, 13, 14 ഒക്കെ വായിക്കുന്ന സമയത്ത് ജനങ്ങളെ പൗലോസ് ശ്ലീഹ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മീയ വരങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസി ആത്മീയ വരം അറിയണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ബിസിനസ്സിൻ്റെ അകത്തോ, ഞാൻ ഈ ബിസിനസ്സൊക്കെ എടുത്ത് പറയാം, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ വരണം. നമ്മൾ ആത്മീയർ മാത്രമല്ല, നമ്മൾ ഈ പ്രാക്ടിക്കൽ ലൈഫിൽ ജീവിക്കുന്നവരാ. നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പെരയ്ക്കകത്ത് വാതിലടച്ച് എല്ലാ ദിവസവും ആഹാരം കഴിച്ചിരിക്കുന്നവരല്ല. നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങി ജോലി സ്ഥലങ്ങളിൽ പോകുന്നവരാണ്, പല ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ്, നമ്മൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരാണ്, ജോലി സ്ഥലങ്ങളിൽ പല ഭാഷക്കാർ, പല ലോകത്തിൽ പല വിശ്വാസത്തിൽ പോകുന്ന ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്, പല സ്വഭാവക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കാണുന്നവരാണ്. നാമും പലപ്പോഴും പല പ്രശ്നങ്ങളും കാണുന്നവരാണ്. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കൃപാവരങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വിവേചിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഭാവിയിൽ അവൻ എന്തായി തീരും എന്നുള്ളത് ദൈവത്തോട് ചോദിച്ച് അവൻ്റെ ഭാവിയിൽ അവൻ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രാർത്ഥനയിലൂടെ, കൃപാവരത്തിലൂടെ, പ്രവചനാത്മാവിലൂടെ, വിവേചനാത്മാവിലൂടെ നിങ്ങൾ കാണണം, ഭാവി കാണണം. അല്ലാതെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവേ നിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നടക്കരുത്. അങ്ങനെ പോകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയിലല്ല നിങ്ങളുടെ തലമുറ പോകുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ തിന്മയായി സംഭവിക്കും. അവിടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യം. ഉദാഹരണം പറയാം, ചില വിവാഹ ജീവിതങ്ങൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില വിവാഹ ജീവിതം, അപ്പോൾ നിങ്ങൾ ചോദിക്കും ബ്രദറെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? പക്ഷെ വിശ്വാസിക്ക് ഞാൻ പറഞ്ഞില്ല, ബെനിഫിറ്റുകൾ ദൈവം തന്നിട്ടുണ്ട്, വരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഈ മിക്ക വിവാഹ ജീവിതത്തിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പല ആൾക്കാരും വരുമ്പം അവർ ചോദിക്കും ബ്രദറെ ദൈവഹിതമാണോ എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? നമുക്ക് എങ്ങനെ ദൈവഹിതം അറിയാൻ പറ്റും? ഒരു വിവാഹത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ദൈവത്തിൻ്റെ ഹിതമുള്ള പെൺകുട്ടിയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ലെങ്കിൽ ആൺകുട്ടിയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? അറിയാൻ പറ്റത്തില്ല. നമുക്കറിയാൻ കഴിയത്തില്ല. കാരണം നമുക്ക് അവരുടെ ജീവിതം അറിയത്തില്ല, വ്യക്തിയെ അറിയത്തില്ല.
ദൈവത്തിനറിയാം ആ വ്യക്തിയുടെ സ്വഭാവം. പക്ഷെ ദൈവം എന്നോട് സംസാരിക്കുന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? ചിലപ്പോൾ നമ്മൾ കാഴ്ചയിൽ ഓക്കെയാണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മളത് കൈ കൊടുക്കും. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ല തിന്മ വരും. നമ്മൾ പിന്നെ കരയും, പ്രാർത്ഥിക്കും, കർത്താവേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, ഞാൻ എന്ത് നല്ലതായിട്ട് ദൈവസന്നിധിയിൽ നടന്നതാണ്, ഞാൻ നന്നായിട്ട് ഞാൻ ആരെയും വിധിക്കുമല്ല. നമുക്ക് പലപ്പോഴും പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കിതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്, നമ്മളോട് ആരും പറഞ്ഞു തരാത്തതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കി, ഉദാഹരണമായിട്ട് പറയാം. ഒരു ഉദാഹരണമാണ്. വിവാഹ ജീവിതം വന്നു. നിങ്ങളൊരു മാതാവോ പിതാവോ ആയിരിക്കും എന്നെ കേൾക്കുന്നത്. നിങ്ങളുടെ മകൾക്കോ മകനോ വേണ്ടിയായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ നിങ്ങൾക്കിപ്പോൾ കൃപാവരത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഇത് കർത്താവിൻ്റെ ഹിതമാണോ? അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് 2 വരങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വിവേചന പവരം. ആ മകളെ വിവേചിക്കുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ കയ്യിലൊരു ബൈബിളുണ്ട്, പാട്ടുപുസ്തകമൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്, സങ്കീർത്തനം ചൊല്ലുന്നുണ്ട്. പക്ഷേ ആത്മീയതാണോ? എൻ്റെ കുടുംബത്തിലേക്ക് വന്നാൽ എൻ്റെ മകനും കുടുംബത്തിനും ദൈവനാമത്തിനും എല്ലാത്തിനും ഒരു അനുഗ്രഹമാകുമോ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, കാഴ്ചയിൽ കുഴപ്പമില്ല. പക്ഷെ വന്ന് കയറിയതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത് അത് ശരിയായില്ല. എന്നാൽ ഈ കൃപാവരമുള്ള വ്യക്തിക്ക് ദൈവാത്മാവ് വ്യക്തമായി കാണിച്ചു തരും. ഇത് കൈ കൊടുക്കണോ വേണ്ടയോ, ദൈവഹിതമാണോ എന്ന് എന്ത് ചെയ്യും? നമുക്ക് വ്യക്തമായി കർത്താവ് അത് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേണ്ട. അപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പോകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് വന്നാലും അത് നന്മയാക്കി സ്വർഗത്തിൽ ദൈവം മാറ്റും. നമുക്കതിനെപ്പറ്റി ഭാരമില്ല. അപ്പോൾ സഭകളെ പൗലോസ്ലീഹ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്ത് ചെയ്യണം? കൃപാവരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന കൃപാവരമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ രോഗശാന്തി മാത്രമായിട്ട് എന്ത് ചെയ്യും? പ്രസംഗിക്കും. രോഗശാന്തി, ചിലർക്ക് രോഗശാന്തിയുടെ വരവുണ്ട്. അവരെന്ത് ഭാഗ്യവാന്മാരല്ലേ. എന്നാൽ പൗലോസ്ലീഹ ആ മുഴു സഭയെ എൻകറേജ് ചെയ്യുകയാണ്. ആ മുഴു സഭകളെയും അപ്പോസ്തലനായ പൗലോസ്ലീഹ എൻകറേജ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ കൃപാവരങ്ങളെപ്പറ്റി അറിവില്ലാത്തവർ ആകരുത്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? വിശേഷാൽ നമുക്ക് ആ വാക്യത്തിലൊന്ന് നമുക്കൊന്ന് വരാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ വാക്യത്തിലേക്കൊന്ന് വരാം. നിങ്ങൾ എൻ്റെ കൂടെ ആ വാക്യം ഒന്ന് വേഗത്തിൽ ഒന്ന് എടുക്കുന്ന അപ്പോസ്തലനായ പൗലോസ്ലീഹ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ അല്ലെങ്കിൽ കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു. ആരെങ്കിലും അത് ഓർമ്മയുണ്ടോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ കർത്താവേ ആ കൊച്ചിൻ്റെ വിഷയം മാറണം, ഇന്നയാളുടെ വിഷയം മാറണം, ഇന്നയാളുടെ വിഷയം, ഇങ്ങനെയല്ല പ്രാർത്ഥിക്കണം. ഇതാ കുഴപ്പം. നമ്മുടെ പ്രാർത്ഥന കറക്റ്റ്. നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ഈ 9 കൃപാവരങ്ങളുമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നത്. ദൈവത്തിന് നിങ്ങളിലൂടെ ആ വ്യക്തിയോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയെ ദൈവമാണ് കൊണ്ടുവരുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു വ്യക്തി, സഹോദരി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഒരാളെ നിങ്ങളുടെ മുമ്പിൽ വന്നൊരു വിഷമം പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നരുത്, എന്തിനാ എൻ്റെ അടുത്തോട്ട് ദൈവം അയക്കുന്നതാന്നേ. നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്ന് അയാളുടെ വിഷമങ്ങളോ ദുഃഖങ്ങളോ പറയുമ്പം നിങ്ങൾ ഓർക്കരുത് ആ വ്യക്തി എന്തൊക്കെയോ ചിലപ്പം കറങ്ങി തിരിഞ്ഞ് വന്നതല്ല. ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നതാണ്. ദൈവം നിങ്ങൾ ഈ കൃപാവരങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും നിങ്ങൾ അനേകർക്ക് യേശുവിൽ അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരാകരുത്, ഇതൊക്കെയും പൊതുപ്രയോജനത്തിനുള്ളതാ. തിമോഥെയോസ് ലേഖനത്തിലേക്ക് പറഞ്ഞു, നിന്നിലുള്ള കൃപാവരങ്ങളെ നീ ഉപയോഗിക്കണം. എന്തിനു വേണ്ടി? നിന്റെ അഭിവൃദ്ധിക്കായിട്ട്. അപ്പം നിന്റെ അഭിവൃദ്ധി നിനക്ക് ഉണ്ടാകുവാനും അനേകർക്ക് നിനക്ക് എന്തോ ഉണ്ടാകാനും വേണ്ടിയാണ്, അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് കൃപാവരം. ഒന്ന്, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകണം. തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിന്നിലുള്ള മൂപ്പന്മാരുടെ കൈവപ്പിൽ നിന്നുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് നിനക്ക് എന്തുണ്ടാകണം? നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകണം. നിനക്ക് അതിനുശേഷം നീ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. ആമേൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓടിപ്പോയി പ്രാർത്ഥിക്കാറ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അകത്തിരിക്കുന്ന വരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കണം.
നിങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന രോഗശാന്തി വരവാണ് ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അകത്തിരിക്കുന്ന രോഗശാന്തിയുടെ വരത്തിലൂടെയാണ് ദൈവം അവിടെ എന്ത് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ വാക്യം ഒന്നെടുക്കാം. തിമോത്തിയോസിൻ്റെ ലേഖനത്തിലാണ് ആ വാക്യം. എനിക്കൊന്ന് 2 തിമോത്തിയോസിലാണ് ആ വാക്യം കിടക്കുന്നത്. ഇത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളെയും, ഒരു വ്യക്തി ഒരു വിഷമം പറഞ്ഞു വരുമ്പം നിങ്ങൾ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യാതെ മറിച്ച് ആ വ്യക്തിയെ എന്ത് ചെയ്യണം, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഈ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാനുള്ളൊരു അവസരമായിട്ടും മറ്റ് നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാനുള്ള വഴിയാണെന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടാകണം. ഈ ബോധ്യം നിങ്ങളിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ നിറയ്ക്കുവാനിടയാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മളിരിക്കുന്ന കൃപാവരങ്ങൾ പുറത്തേക്ക് ഒഴുകുകയും അങ്ങനെ ഒഴുകിക്കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ദൈവപ്രവൃത്തിയിലൂടെ വെളിപ്പെടുവാനിടയത്തില്ല. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില കാര്യങ്ങൾ ആമേൻ, അങ്ങനെ ചില കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം, കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം, കർത്താവിൽ നിന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ എന്ത് ചെയ്യണം, നിങ്ങളത് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വാക്യം നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന വാക്കുണ്ട്. നിങ്ങൾ ഈ വാക്യം നോക്കി, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോണം. അപ്പൊ കൈവെപ്പിനാൽ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കും. ഇപ്പോൾ കൃപാവരം ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ കൈവെപ്പ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഇരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? കൃപാവരം, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ അകത്തുള്ള ദൈവത്തിന്റെ കൃപാവരം. അപ്പോൾ കൃപാവരം വരുമെന്നല്ല പറയുന്നത്, എൻ്റെ അകത്തിരിക്കുന്ന കൃപാവരം. അപ്പൊ ഈ കൃപാവരങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. പലപ്പോഴും സംഭവിക്കുന്നത്, ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനും കഴിയുന്നില്ല. ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്കൊരു അപ്പോയിൻമെന്റ് വേണം. അവരെ കാണാൻ വേണ്ടി വലിയ വലിയ ക്രൗഡ് ആയിരിക്കില്ല അവർ നിൽക്കുന്നത്. നമുക്കൊരു ചിലപ്പോൾ അവരുടെയൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ച് മടുത്ത് ചിലപ്പോഴേക്കും അവരപ്പോഴേക്കും ആ രാജ്യം വിട്ട് തന്നെ പോയെന്നിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? നമ്മൾ പലരുടെയും പുറകെ ഓടി മടുത്തവരല്ലേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അറിയണമേ, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി തരണമേ, ഓടി ഓടി മടുക്കുകയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പരാതി പറയും, കർത്താവേ എനിക്കിത് എങ്ങനെ എത്തിക്കും? ബൈബിൾ പൗലോസ്ലീഹ പറഞ്ഞ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവ് വേണം. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തികളൊക്കെ ചെല്ലുമ്പോൾ അയാൾ വലിയ വിഷമത്തിൽ ഇരിക്കുകയാണ്. അവിടെ ചെന്ന് സഹോദരി, കർത്താവ് ആ കാര്യങ്ങളൊക്കെ മാറ്റും കേട്ടോ എന്ന് പറഞ്ഞിട്ട് വരാതെ എന്താണ് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഭാവിയിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ പറയണം. എന്നിട്ട് പറയണം, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. കാര്യം എന്താണെന്നറിയാവോ? ചിലപ്പം നിന്നെ സൗഖ്യമാക്കുന്ന എൻ്റെ അകത്തൊരു വരമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി കൈവെക്കുമ്പോൾ ദൈവം ആ വരം ഉപയോഗിക്കും. അടുത്തത് ഡിസൈനിങ് സ്പിരിറ്റ്. നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ, ഒരു ജോലി ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തി തരണം. ഞാൻ അടുത്തൊരു വാക്കിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പണ്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പടി ഞാൻ പറഞ്ഞു തരാം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടും പ്രാർത്ഥിക്കണം. എത്ര പേര് തയ്യാറാണ്? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് തയ്യാറാണ് എത്ര പേരാ? ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ആമേൻ, ആമേൻ. അപ്പൊ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരാം. നമുക്കുണ്ടാകുന്ന ഒരു വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിച്ചടി കിട്ടുമോ? അതാണ് പിശാചിൻ്റെ മറ്റൊരു വ്യാഖ്യാനം. തിരിച്ചടി കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു പഠനം നമ്മുടെ ഇടയിലുണ്ട്. എത്ര പേരത് കേട്ടിട്ടുണ്ട്? പണ്ട് എടുത്തിട്ടുള്ളതാണ്. പുതുതായിട്ട് കേട്ടിട്ടുണ്ട് ആരെങ്കിലും?
കേട്ടിട്ടുണ്ട് പാസ്റ്റർ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, തെറ്റായ വ്യാഖ്യാനമാണത്. അത് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് ബൈബിളിൽ നിന്ന്. രണ്ട്, നിയോഗം വേണം പ്രത്യേകം പ്രാർത്ഥിക്കുക, അതും തെറ്റായ കാഴ്ചപ്പാടാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം 5 ദിവസം മുമ്പുള്ള രോഗശാന്തി പ്രാർത്ഥനയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു വചനമില്ല. പ്രത്യേക നിയോഗമുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള നിയോഗമല്ല. നീ മക്കളെങ്കിൽ അവകാശം രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് വ്യക്തമായിട്ട് വചനം പറഞ്ഞിരിക്കുന്നു. ഞാൻ എടുക്കുന്നില്ല, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ബാക്കിയെല്ലാം. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു തെറ്റായ വ്യാഖ്യാനമാണ്, മാനുഷിക ബുദ്ധിയിൽ നിന്നും വരുന്ന വചന വ്യാഖ്യാനം. അപ്പോൾ അതിനൊക്കെ റേറ്റിംഗ് ഒത്തിരി ഉണ്ട്. അത് കേട്ട ആളുകൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുമില്ല. ഈ കൃപാവരം ഇങ്ങനെ എന്ത് ചെയ്യും? ചെതല് പിടിച്ച് നമ്മുടെ അകത്തിരിക്കും. പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ദൈവം തന്നതുകൊണ്ട്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്കൊരു മിക്സി ഗിഫ്റ്റ് കിട്ടി, നല്ലൊന്നാന്തരം മിക്സി നിങ്ങളുടെ ഹൗസ് വാമിന് ഗിഫ്റ്റ് കിട്ടി. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അരയ്ക്കുന്നത് കല്ലേലാണ്. മടുത്ത് ഓഫീസിൽ പോകാനുള്ള സമയമില്ലാതെ നിങ്ങളിങ്ങനെ അരച്ച് കിട്ടുന്നതെല്ലാം അരച്ചും പിടിച്ച് വരുമ്പോഴേക്ക് ഓഫീസിൽ ലേറ്റ് ആകുന്നു. നിങ്ങൾക്ക് നന്നായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ജോലി തിരക്കാണ്, സ്ട്രഗിൾ ചെയ്യുകയാണ്. ആ ഗിഫ്റ്റ് കിട്ടിയത് തുറന്നതെടുത്ത് ഉപയോഗിച്ച് നോക്കിയേ, എത്ര നന്നായില്ലേ? നമ്മുടെ സമയം ലാഭിച്ചില്ലേ? നമുക്ക് വേഗത്തിൽ ആ ഭാരം ഒഴിഞ്ഞു മാറിയില്ലേ? ഇതേപോലെ തന്നെ കൃപാവരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ വിട്ടുപോകും. നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം ചില ചിന്തിക്കുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ട് പലതും ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്, ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, നിന്നിലിരിക്കുന്ന കൃപാവരം ജ്വലിപ്പിക്കണം. ഇനിയാണ് ശ്രദ്ധിച്ചോണം, ജ്വലിപ്പിക്കുക. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജ്വലിപ്പിക്കുക. എന്താണ് ഈ ജ്വലിപ്പിക്കുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. എന്തുവാ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞ? ആളി കത്തിക്കുക. ആമേൻ. അപ്പൊ ആര് കത്തിക്കണം? നമുക്ക് ശ്രദ്ധിച്ചേ, ഒന്ന് പൗലോസ്ലീഹ പറഞ്ഞു, എന്റെ കൈവപ്പിനാൽ ഇത് ആളിക്കത്തും. അതായത് കൃപാവരം ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി കൈവച്ചാൽ നിങ്ങളിലിരിക്കുന്ന കൃപാവരം ജ്വലിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പ്രവചന വരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാന്നിരിക്കട്ടെ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നിലൂടെ കൃപാവരം പുറത്തു വന്നൊരു വ്യക്തിയാന്നിരിക്കട്ടെ, ഞാൻ നിങ്ങളുടെ മേൽ കൈവെക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ്, എനിക്കും കർത്താവിൽ ആ കൃപാവരത്തിൽ ജ്വലിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൈവെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളിലിരിക്കുന്ന കൃപാവരം ആളിക്കത്തും. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കൃപാവരത്തിലേക്ക്. അതാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കും. അതാണ് കൈവെപ്പ് ശുശ്രൂഷകളുടെ പ്രത്യേകത. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൈവച്ച് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ മേൽ പ്രാർത്ഥനയുടെ ഒരു ടെൻഡൻസി ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? ഇനി കർത്താവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി കൈവച്ചാൽ ആ വ്യക്തിയിൽ നിന്ന് മറ്റൊരു പകർച്ച നിങ്ങളുടെ മേലേക്ക് ഉണ്ടാകും. ദൈവശക്തിയുടെ പകർച്ചകൾ ഉണ്ടാകും. അതാണ് ദൈവ പകർച്ച എന്നൊക്കെ പറയുന്നത്. അത് ദൈവശക്തിയായിട്ടും കൃപാവരങ്ങളുടെ ജ്വലനമായിട്ട്. ഞാൻ അങ്ങോട്ട് പണ്ട് പറഞ്ഞിട്ടില്ല, എൻ്റെ കൂടെ പണ്ടൊരു സഹോദരൻ വന്നു. അപ്പം ആ സഹോദരൻ വേറൊരു പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം അതൊന്നും ഓർത്ത് വന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2000 എനിക്ക് വന്നത് 16-15 അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ കൈവച്ചപ്പം അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടതിന് ശേഷം അദ്ദേഹം പിന്നീട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇപ്പം ഞാൻ ആരുടെങ്കിലും അടുക്ക ചെല്ലുമ്പം അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരിക, അവരുടെ പേരുകളൊക്കെ എൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നു, അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ വെളിപ്പെട്ട് വരുന്നു. അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എനിക്ക് നൽകിയ ഒരു കൃപാവരമുണ്ടല്ലോ, അത് ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴോ ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് ഒരു സ്പാർക്ക് ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ നിങ്ങളുടെ കഴിവിൽ പ്രവർത്തിക്കുന്നതല്ല, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവിന് ആ സമയത്തെ പ്രാർത്ഥനയിൽ ആ വ്യക്തിയുടെ അകത്തിലേക്ക് എന്തുണ്ടായി? ഒരു പകർച്ചയുണ്ടായി. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊന്നുമില്ല, അയാൾക്ക് വരട്ടെ. എനിക്കത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം. പൗലോസ് കൊടുത്തു എന്നല്ല പറഞ്ഞത്, പൗലോസ് അത് ജ്വലിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അകത്തുള്ളതിനെ പൗലോസ് ജ്വലിപ്പിച്ചു. അതുകൊണ്ട് പൗലോസിന് ഒരാൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല, പൗലോസിന് ഒരാളെ ജ്വലിപ്പിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ജ്വലിപ്പിക്കണമെങ്കിൽ ആ വ്യക്തി ആദ്യം വിശ്വസിക്കണം എൻ്റെ അകത്ത് അത് ഉണ്ടെന്ന്. ഇപ്പം ഞാൻ പറയുക, നമ്മൾ ഈ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാക്ക് ശ്രദ്ധിച്ചാൽ കത്തിക്കുക എന്നൊരു വാക്കല്ല, ജ്വലിപ്പിക്കുക എന്നൊരു വാക്ക്. കത്തിക്കുക എന്നുള്ള വാക്കും ജ്വലിപ്പിക്കുക എന്നുള്ള വാക്കിനും തമ്മിലുള്ള വ്യത്യാസം എന്നാ?
കേൾക്കുന്നില്ല നിങ്ങൾ? കത്തിക്കുക എന്നും ജ്വലിപ്പിക്കുക എന്നുള്ള നിങ്ങൾക്ക് സൗണ്ട് കട്ടാകുന്നുണ്ട്, ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. ഇല്ല, കേൾക്കാവുന്നില്ല. 1:6. ഇടയ്ക്ക് ബ്രേക്ക് വന്നായിരുന്നു. ബ്രേക്ക് ആവുന്നുണ്ട് ബ്രദർ. എന്നാ പറഞ്ഞത് മനസ്സിലായില്ല, കേട്ടു. ഓക്കെ ഒന്ന് ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ, സൗണ്ട് ബ്രേക്ക് ആയി. ഓക്കെ, ഞാനൊരു കാര്യം എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ ചോദിക്കാം, ജ്വലിപ്പിക്കുക എന്നും മതി ഞാൻ പറയാം. ജ്വലിപ്പിക്കുക എന്നും കത്തിക്കുക എന്നും പറയുന്ന വാക്കിന്റെ വ്യത്യാസം എന്തുവാ? നമ്മുടെ അകത്തിരിക്കുന്നതിനെ നമ്മളൊന്നും ഉള്ള കനലിനെ ഊതി കത്തിക്കുക. കത്തിരിക്കണ കനലിനെ ഊതി കത്തിപ്പിക്കുക. അതാണ് യോ ദൈവം, ഇത്രയും ഉത്തരങ്ങളാണോ? ഇത്രയും ഉത്തരം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് നിങ്ങൾ ഉത്തരങ്ങൾ പലതും പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരത്തിലേക്ക് വരാൻ ശ്രമിക്കാതെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ കറക്റ്റ് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഞാൻ ആഗ്രഹിക്കുന്നതേ നോക്കണ്ട, പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ വരുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് ആൾക്കാർ ആൻസർ പറഞ്ഞു. അതായത് ഉണ്ടായിരുന്ന ഒരു തീക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൂടുതൽ കത്തിക്കുന്നതിനെയാണ് ജ്വലിപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു തീ കത്തിക്കുക എന്ന് പറയുന്നതും ജ്വലിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു തീ അവിടെ എന്ത് ചെയ്യുന്നു, വിറക് കൂട്ടി നമ്മൾ കത്തിക്കുന്നു. ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ എന്ത് ചെയ്യുന്നു, വീണ്ടും അതായത് കെട്ടുപൊക്കൊണ്ടിരിക്കുന്നതിനെയോ അല്ലെങ്കിൽ അവിടെ തീ എന്ത് ചെയ്യുന്നത് കത്താതെ അല്ലെങ്കിൽ ചെറിയൊരു അംശം ഉണ്ടായിരുന്നതിനെ കൂടുതൽ, നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, പണ്ട് ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കരികിലെല്ലാം പണ്ട് ഓർക്കുന്നുണ്ടോ? ചെറുപ്പകാലത്തൊക്കെ കരികിലൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വീടിൻ്റെയൊക്കെ സൈഡിലൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ തീ കത്തിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ അതുവരെ കരികില അവിടെ കിടന്ന വഴിയിലെല്ലാം കൂടെ കൂട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, അതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് അവിടെ തീ കത്തിക്കുമായിരുന്നു. അപ്പം അങ്ങനെ തീ കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ആളിക്കത്തും. ആദ്യം ചെറിയൊരു തീയാണ്, പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വീശുമുറമൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവിടെ അത് വീശി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് അവിടെ ആളിക്കത്തും. അതായത് ഉള്ള തീയെ മാത്രമേ നമുക്ക് ജ്വലിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. കേട്ടോണം, ഉള്ള തീനെയാണ് അവിടെ ജ്വലിപ്പിക്കുന്നത്. നമ്മുടെ അകത്തിരിക്കുന്ന ആ ഒരു കൃപാവരം ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. ഉണ്ടെന്ന് എന്ത് ചെയ്യണം, അത് വിശ്വസിക്കണം. അവിടെ കൊടുത്തേക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ബേണിംഗ് എന്നാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ ആളി കത്തിക്കണം. ആ കത്തി നിൽക്കുന്നതിനെ, നിങ്ങളുടെ അകത്തിരിക്കുന്ന കത്തിയിരിക്കുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ജ്വലിപ്പിക്കണം. അങ്ങനെ ജ്വലിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കൂടുതൽ പുറത്തേക്ക് വരാൻ പറ്റും. ഇനി ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ അതൊക്കെ ശരിയാണ്, എൻ്റെ അകത്ത് കൃപാവരമുണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പം, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പല ആൾക്കാർ പറയുന്നത്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പം മറ്റുള്ള രോഗികൾ സൗഖ്യമാകുന്നത് കാണാൻ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നുണ്ട്, പക്ഷെ എല്ലാം അവ്യക്തതയാണ്. അവ്യക്തത വരുന്നതിൻ്റെ അർത്ഥം ഇനിയും ആളിക്കത്താനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് ഇല്ലെന്നല്ല, നിങ്ങൾ കൂടുതൽ അതിനെ ജ്വലിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ കരികല്ല് കൂട്ടി കത്തിക്കുമ്പം അതിങ്ങനെ കത്തി വരണമെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യണം, തീ അവിടെ കൊടുക്കുക മാത്രം. തീയല്ല, നമ്മൾ അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കത്തിക്കൊണ്ടിരിക്കുന്നതിനെ ആളിക്കത്താൻ വേണ്ടി നമ്മൾ വീശുമുറം കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വീശിക്കൊണ്ടിരിക്കും തോറും അത് ആളിക്കത്തും. ഇത് ആളിക്കത്തുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം, ആളിക്കത്തുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ സമയങ്ങൾ ആളിക്കത്തുവാനുള്ള, തീ പിടിപ്പിക്കുവാൻ വേണ്ടിയുള്ള സാധ്യതകളിലേക്ക് എത്തിച്ചെല്ലണം. അതുകൊണ്ടാണ് പിശാച് എന്ത് ചെയ്യുന്നത്, ചില വ്യക്തികളിലൂടെ ഒരു ദുരുപദേശം പറഞ്ഞിറക്കി, നിങ്ങൾക്ക് നിയോഗമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നും, പ്രാർത്ഥിച്ചാൽ ആ രോഗം നിങ്ങൾക്ക് വരുമെന്നും, പ്രാർത്ഥിക്കുന്നവനിട്ട് പിശാച് അടി തരുമെന്നുമുള്ള ഉപദേശം കൊടുത്തു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ, കൃപാവരങ്ങൾ ആളിക്കത്താനുള്ള ഏക മാർഗം മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കൃപാവരങ്ങളെ പകരുമ്പോഴാണ്. ഇന്ന് നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, നാളെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, പിന്നെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ, നിങ്ങളിൽ ഉള്ള തീ എന്ത് ചെയ്യണം, കൂടുതൽ ഫ്ലെയിം ആകും. നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വീശിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, വീശിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അടുപ്പിൽ ഊതത്തില്ലായിരുന്നു, ചെറിയൊരു പൈപ്പ് വെച്ചുകൊണ്ട്. എത്ര പേരത് കണ്ടിട്ടുണ്ട്? ഇപ്പം നിങ്ങൾക്കത് നമ്മുടെ ഒന്നും വീട്ടിലില്ല, ഗ്യാസൊക്കെ വന്നോടൊക്കെ പോയാൽ എത്ര പേരത് ചെയ്തിട്ടുണ്ട്?
ഞാൻ ചെയ്തിട്ടുണ്ട്. ആ, എന്തിനാ നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുപ്പിലോട്ട് നമ്മൾ പാചകത്തിന് വേണ്ടി ആഹാരം വെച്ചിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ ഊതുന്നത്? ഇപ്പോഴും ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ എന്തിനാ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ തീയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഊതി 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 ആളിക്കത്തിക്കുവാണ്. അപ്പം ഊതിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ പൈപ്പ് അവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ആ തീയുടെ അടുക്കിലേക്ക് കൊണ്ടുവച്ചാൽ തീ കെട്ടുപോകും. പയ്യെ പയ്യെ അത് കനലായി 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 പിന്നെ അത് എന്തായി തീരും? അത് മൊത്തം എന്ത് ചെയ്യും? ഒരു കരിക്കട്ടയായിട്ട് അവസാനം തീരും. എന്നാൽ ആ അല്പം തീയെ എവിടുന്നേലും ആ പൈപ്പ് തപ്പിയെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ശ്വാസം ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോറും ഇത് ആളി ആളി കത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആളി കത്തുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നറിയോ? കൂടുതൽ ആഴങ്ങളിലേക്ക് പൊക്കോണ്ടേയിരിക്കും. കൂടുതൽ ആഴങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായി ദൂതന്മാരെയും വ്യക്തമായി സ്വർഗീയ ദർശനങ്ങളെയും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് പോലെ നമുക്ക് വ്യക്തമായും കാണുവാൻ കഴിയും. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ചിലർക്ക് പെട്ടെന്ന് സംഭവിക്കുന്നതുണ്ട്, എന്നാൽ ചിലർക്ക് ഉപയോഗത്താൽ. പക്ഷെ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്: എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നിന്നിലുള്ള കൃപാവരത്തെ നീ ഞാൻ നിന്റെ മേൽ കൈവെക്കും, പക്ഷെ നീ ജ്വലിപ്പിക്കണം. നീ ജ്വലിപ്പിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരവുണ്ട്? രോഗശാന്തി വരവുണ്ട്, അത്ഭുതങ്ങളുടെ വരവുണ്ട്, പ്രവചനത്തിന്റെ വരവുണ്ട്, ഡിസേണിങ് സ്പിരിറ്റ് ഉണ്ട്, നമ്മൾ വിവേചനത്തിന്റെ ആത്മാവുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മാത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുഞ്ഞൊരു തലവേദന വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പാരസിറ്റാമോൾ വരുമെങ്കിലും ഒരു 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് കഴിക്കാൻ നോക്ക്. പ്രാർത്ഥിച്ചിട്ട് മാറിയാൽ എന്താ ഗുണം? നാളെ തലവേദന വന്നപ്പോൾ പ്രാർത്ഥിച്ചെങ്കിൽ നാളെ അതൊരു മുട്ടുവേദനയാകുമ്പോൾ പിന്നെയും നമുക്കൊരു ഓർമ്മ വരും, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഇനി മുട്ടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ചിലപ്പോൾ ആദ്യം മാറില്ലെന്ന് വരാം, ചിലപ്പോൾ മാറിയെന്നും വരാം. ഇനി പിന്നെയും പ്രാർത്ഥിക്കണം. ഇനി മുട്ടുവേദന മാറിയതിൽ ഗുണം ഞാൻ പറഞ്ഞു തരാം. നാളെ ഒരു മുഴ അവിടെ പ്രത്യക്ഷപ്പെട്ടു, പെട്ടെന്ന് ടെൻഷൻ വരത്തില്ല, ഉടനെ കൈവച്ച് പ്രാർത്ഥിക്കും. ആ മുഴയങ്ങ് മാറിയാലോ? പിന്നെ മാരക രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ അകത്തൊരു ടെൻഡൻസി ഉണ്ടാകും. ഇത് കത്തുമ്പോഴാണ് നമ്മുടെ അകത്ത് കൂടുതൽ ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചു മാറ്റം വന്നില്ലെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾക്കാണ് ഇതിൻ്റെ ഡ്യൂട്ടി. ആളി കത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഇത് കർത്താവിൻ്റെ ഡ്യൂട്ടിയല്ല. കത്തിക്കുക എന്നുള്ളത്, ആളി കത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ദൈവം നമ്മളിൽ തന്നു, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആളി കത്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ദൈവം എന്നെ ഒന്നും കാണിക്കുന്നില്ല, നമ്മുടെ പരാതി അതല്ല, ദൈവം എനിക്കൊന്നും തരുന്നില്ല, ദൈവം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ അടുക്ക ചെല്ലണം. അയാൾക്ക് വേണ്ടി അടുക്ക ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പോൾ ചിലപ്പോൾ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒന്നും വെളിപ്പെട്ടില്ല ബ്രദറെ, അതിൻ്റെ അർത്ഥം ദൈവം ആ വ്യക്തിയെപ്പറ്റി ഒന്നും കാണിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത വ്യക്തി അടുക്ക പോയിട്ട് ബ്രദറെ ഞാൻ പലതും ചോദിച്ചു, പക്ഷെ ആ വ്യക്തി പറയുന്നു അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, വേണ്ട, നിർത്ത്, അടുത്ത വ്യക്തി അടുക്കിലേക്ക് പോകും. അയാൾക്ക് വേണ്ടി ചെന്നപ്പം പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഏതോ ഒരു കാര്യം അയാൾ പറഞ്ഞു ശരിയാ ബ്രദറെ, അത് എൻ്റെ ജീവിതവുമായിട്ട് എൻ്റെ കാര്യവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എവിടെയോ സ്പാർക്കായി. അപ്പോൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അകത്തു നിന്നും മാനുഷിക തലത്തിൽ നിന്നും സ്പിരിച്വൽ തലത്തിലേക്ക് നമ്മളൊരു ഒഴുക്കുണ്ടാവും. ആമേൻ. നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളെല്ലാം കൃപാവരങ്ങളുടെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി തീർക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മക്കളുടെ വിഷയം വന്നാലും, കുടുംബ വിഷയം വന്നാലും, ഭർത്താവിൻ്റെ വിഷയം വന്നാലും, നിങ്ങളുടെ ജോലി വിഷയം വന്നാലും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കൃപാവരങ്ങളിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, പ്രവചന വരവും വിവേചന വരവും, രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. പ്രവചന വരവും വിവേചന വരവും, ഇത് രണ്ടും രണ്ടാണ്. വിവേചിക്കുവാനുള്ള വരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. വിവേചന വരം ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക ഒത്തിരി കാര്യങ്ങൾ വിവേചിക്കുന്ന. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ട സമയത്ത്, ഞാൻ എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരു ആത്മീയ സുഹൃത്ത്, ഒരു വ്യക്തി, അദ്ദേഹം ഒരു ആത്മീയ ശുശ്രൂഷ എന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ അടുക്കിലേക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം വചനമൊക്കെ പറയും, ഭയങ്കര എരിവുള്ളൊരു മനുഷ്യനാണ്, ഭയങ്കര ശുശ്രൂഷകനാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുക്ക വന്നപ്പം മുതൽ എനിക്ക് വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായ ബ്രദറിനോട് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് അദ്ദേഹം നല്ല. അപ്പോൾ എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു,
ചിലപ്പോൾ വേറെ എന്തെങ്കിലും തോന്നലായിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും എനിക്കതിനകത്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്കൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവുക ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഈ നെഗറ്റീവ് ഫീൽ എനിക്ക് വരാൻ കാരണം എൻ്റെ അകത്ത് ആ ഡിസൈനിങ് സ്പിരിറ്റ് വർക്കാകുന്നതുകൊണ്ട്. പിന്നീട് ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, അയാളത്ര ഒരു നല്ലൊരു മനുഷ്യനല്ലായിരുന്നു. ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, തെറ്റായ ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്തായിരുന്നു, അത് കാണിച്ചത് ഇറിറ്റേഷൻ അല്ലായിരുന്നു, യഥാർത്ഥത്തിൽ എൻ്റെ അകത്തുണ്ടായിരുന്ന ഡിസൈനിങ് സ്പിരിറ്റ് വർക്കായതാണ്. പക്ഷേ എൻ്റെ അജ്ഞത കൊണ്ട് എന്ത് സംഭവിച്ചു, ഞാൻ അദ്ദേഹത്തോട് വേറെന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതിയത്. പക്ഷെ അതെന്ത് സംഭവിച്ചു, അത് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഇറിറ്റേഷനുകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ എന്തോ അതിൻ്റെ അകത്തുണ്ട്. ചില വ്യക്തികളൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. ചില വ്യക്തികളിലേക്ക് നമ്മൾ നടത്തി ചെല്ലുമ്പോൾ ചില പാപ സ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ ചെല്ലുമ്പം ആ വ്യക്തി നിങ്ങൾ സംസാരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചില പാപ സ്വഭാവങ്ങളുടെ ചിന്തകൾ മനസ്സിലേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ആ വ്യക്തി അടുക്കലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ അകത്തേക്ക് വരും. ചില പാപത്തിൻ്റെ ചിന്തകളും അതുവരെ നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു. ആ വ്യക്തി വന്ന് കുറച്ച് സംസാരിക്കുക, നല്ലൊരു ജെന്റിൽമാനാണ്, പക്ഷെ അയാൾ വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചില ചിന്ത സ്വഭാവങ്ങൾ എൻ്റെ അകത്ത് മനസ്സിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്, ടെൻഡൻസികൾ. അപ്പം നമ്മളതിനെ ശ്വാസിക്കുന്നു, ഓടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, യേശുവിനത് കർത്താവ് അങ്ങനെ ചിന്തിച്ചു പോലും ക്ഷമിക്കണം കർത്താവ് എന്ന് നമ്മൾ ഭയങ്കര ഏറ്റുപറച്ചിലൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അകത്ത് സെൻസ് ചെയ്യുന്നതാണ്. അവൻ്റെ മേലുള്ള ദുഷ്കാമത്തിൻ്റെ ദുരാത്മാക്കൾ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും സെൻസ് ചെയ്യുന്നതാണ്, വിവേചിക്കുന്നതാണ്. ആമേൻ. പല ഫീലിങ്സുകളും നമ്മുടെ അകത്ത് ഞാൻ പറഞ്ഞില്ല, വിശ്വാസിക്കകത്ത് ഈ കൃപാവരം കിടപ്പുണ്ട്. വരമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പല ഇറിറ്റേഷനുകളും നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ചില പറയത്തില്ലേ, നിനക്ക് ചിലപ്പോൾ അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്ന് പറയും. നമ്മൾ കൂടുതൽ നിൽക്കുന്നൊരു പഴി അതല്ലേ. നമ്മൾ പറയും എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് അവരുമായിട്ടൊന്നോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ നമ്മളത് ആരോടും പറയുമ്പോൾ അവർ പറയും നിനക്ക് അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യും പെട്ടെന്ന്. അപ്പം നമ്മൾ ചിന്തിക്കും ശരിയായിരിക്കും, എൻ്റെ അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും. അല്ല, പ്രാർത്ഥിക്കണം. എന്തായിരിക്കും എനിക്ക് ആ വ്യക്തി അടുക്കലേക്ക് വരുമ്പം എനിക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തിരിക്കുന്ന വിവേചന ആത്മാവ് വളരെ രീതിയിൽ ആക്റ്റീവ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് പല കൊടുക്കൽ വാങ്ങലുകൾ, ഞാൻ എന്നാൽ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഈ സാമ്പത്തിക ഇടപാടുകളിൽ പലരും കുടുങ്ങിപ്പോകുന്നത് അങ്ങനെയാണ്. നമുക്ക് സഹതാപം തോന്നിയും നമുക്ക് സങ്കടം തോന്നിയും നമ്മൾ സഹായിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിനയായത് ആ ഒറ്റ വ്യക്തിയായിരിക്കും. പിന്നീട് നിങ്ങൾ സാമ്പത്തികമായി തകർന്നു പോകാൻ വരെ സാധ്യതയായത് ആ വ്യക്തിയായിരിക്കും. ഉടനെ നിങ്ങൾ ദൈവത്തോടും കർത്താവേ എന്നെ എന്തിനിങ്ങനെ ഒരു അവസ്ഥ വന്നു, കർത്താവ് ഒന്നും മിണ്ടത്തില്ല. നിങ്ങൾ പലയിടത്തും പ്രാർത്ഥനയ്ക്ക് പോകും, ബ്രദറെ ശരിയാകുന്നില്ല. അപ്പോഴാണ് ചില കൊടുക്കൽ വാങ്ങലുകൾ. ഞാൻ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ചില കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായ ചില കാഴ്ചകൾ വന്നവർ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവരിന്ന് രക്ഷപ്പെട്ടവരെ എനിക്കറിയാം. അങ്ങനെ ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല നന്മകളെ തടയുവാൻ ഇടയായിത്തീരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സംസാരിച്ചു. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു കൂട്ടായ്മയെ പറ്റി അന്വേഷിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു അവസ്ഥ ആ ഒരു കൂട്ടായ്മയിലോ വ്യക്തികളിലോ ഉണ്ടായെങ്കിൽ അത് നിങ്ങളെയും സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പിന്നീട് അതിനെപ്പറ്റി പറയാം. ഇന്ന് ഞാൻ ഈ വിവേചന വാരത്തിൽ നിന്നും നേരെ അടുത്തൊരു വാരത്തിലേക്ക് വന്നിട്ട് പ്രാർത്ഥന പയ്യെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം, നമ്മൾ കത്തിക്കണം. അതിനുവേണ്ടി എന്താണ്, അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ബ്രദറെ, ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ അല്ലേ, നമുക്ക് പലതും പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇനി അടുത്തൊരു സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. നിങ്ങളൊരു വിഷയം പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ബിഗണിങ് സ്റ്റേജാണ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വചനം നോക്കുന്നത്. അതായത് ഒരു വ്യക്തി ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുക്കും. ഉടനെ ഒരു സങ്കീർത്തനമായിരിക്കും, ഏതെങ്കിലും ഒരു വാക്യമായിരിക്കും. അത് കിട്ടിയാലോ ചിലത് മനസ്സിലാകത്തുമില്ല നമുക്ക്. പ്രത്യേകിച്ച് പല നിയമത്തിലെ ഏതെങ്കിലും ഒരു വാക്യമായിരിക്കും നമുക്ക് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും, അതിനകത്ത് മറ്റൊരു അപകടം പറഞ്ഞു, നമ്മളൊരു വ്യാഖ്യാനം അങ്ങ് വ്യാഖ്യാനിക്കും. നിങ്ങൾ പെട്ടെന്നൊരു വചനം തുറന്നു, അതിനകത്ത് കണ്ട ഒരു വാക്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറയുകയാണ്, യഹോവ നിന്നെ കീറിക്കളയും, വിടിവിക്കുവാൻ ആരും ഉണ്ടാകത്തില്ല എന്ന സങ്കീർത്തനത്തിൽ ഒരു വാക്യമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തുറന്നത്. പെട്ടെന്ന് നിങ്ങൾ അയ്യോ കർത്താവേ, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇത് വന്നത്? കണ്ടോ, നമ്മളൊരു വ്യാഖ്യാനം കൊടുത്തതുകൊണ്ടോ? അതാ ഞാൻ പറയുന്നത്, ഒരു ബിഗിനിങ് സ്റ്റേജാണ്. വചനം തുറന്ന് വായിക്കുക എന്നുള്ളൊരു ബിഗിനിങ് സ്റ്റേജാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വചനം നോക്കുന്നത് നല്ലതാണ്, പക്ഷേ ആ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം,
നിങ്ങൾക്ക് ആ വാക്യം വായിച്ചിട്ട് തുറന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, കർത്താവ് എനിക്ക് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല, ഉടനെ ഒന്നും കൂടെ പ്രാർത്ഥിക്കണം. കർത്താവ് ഈ വചനത്തിലൂടെ തന്നെ എന്നോടൊന്ന് മനസ്സിലാക്കി തരണം. അടുത്ത വാക്യം നിങ്ങൾക്ക് വന്നു, ഒന്നും പിടികിട്ടുന്നില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ തുടർമാനമായിട്ട് നിങ്ങൾക്ക് ആ വചനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അപ്പം ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അധികം, ഇതൊരു ബിഗിനിങ് സ്റ്റേജാണ്. ഇത് പ്രോത്സാഹിച്ചാൽ എപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയത്തില്ല. വചനം തെറ്റായത് കൊണ്ടല്ല, ഇതിൽ ഒതുങ്ങിപ്പോകരുത് നമ്മൾ. രണ്ടാമത് നമ്മൾ അടയാളങ്ങൾ ചോദിക്കുന്നത്, അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അടയാളം ചോദിക്കുന്നത് പറയാറുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അടയാളങ്ങൾ ചോദിക്കും. എനിക്ക് കർത്താവേ എനിക്കത്, ഇപ്പം ഞാൻ എറണാകുളത്ത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന വെക്കാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഇല്ലായിരുന്നു. എറണാകുളത്ത് പ്രാർത്ഥന വെക്കുക എന്നുള്ളത് എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. തൃശ്ശൂർ നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, ഞാൻ ആ ചർച്ചിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു കാഴ്ച കൊണ്ട് പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഒരു അടയാളം കാണിച്ചു. തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളം പട്ടണത്തിലേക്ക് വലിയൊരു ആരോ ഇങ്ങനെ പോകുന്നതായിട്ട്, ഒരു ആരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈൻ, ആരോ ലൈൻ ഇങ്ങനെ പോകുന്നതായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു തൃശ്ശൂർ ആ ചർച്ചിലിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നേരെ അങ്ങോട്ട് യാത്ര ചെയ്യുക, എറണാകുളം പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുക, പട്ടണത്തിൽ എന്ത് ചെയ്യുക, ഒരു പ്രാർത്ഥന ക്രമീകരിക്കുക. അപ്പോൾ അത് കുറച്ചും കൂടെ കൃപാവരം എന്നിൽ ദൈവം അത് കുറച്ചും കൂടെ ജ്വലിപ്പിച്ചത് കൊണ്ട് എനിക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റി, അത് ദൈവശബ്ദമായിരുന്നെന്നും അത് കർത്താവിനോട് സംസാരിച്ചതാണെന്നും ആ സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഒരു അടയാളം കണ്ടില്ലേ. അപ്പം ഇത് നമുക്കൊരു സൈൻ കിട്ടി. അതുകൊണ്ടാണ് എറണാകുളത്തേക്ക് പ്രാർത്ഥന വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊരു വിഷയം, കർത്താവേ എനിക്കൊരു അടയാളം വെളിപ്പെടുത്തി തരണം, ഈ അടയാളം. ഇനി അടയാളം വെളിപ്പെടുത്തി തരുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് അടയാളം. നമുക്ക് ദൈവത്തോട് അടയാളം ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം, യേശു ക്രിസ്തു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പെസഹ ഒരുക്കേണ്ടതിന് ഒരു സ്ഥലം അന്വേഷിക്കുക. പ്രത്യേകിച്ച് ആ സമയത്ത് പെസഹ റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, പെസഹായുടെ സമയത്ത് എല്ലാം നമ്മുടെ നാട്ടിലിപ്പം ഒരു സീസൺ ആകുമ്പോൾ നമുക്കറിയാം, കല്യാണ സീസൺ ആകുമ്പോൾ എല്ലാ ഓഡിറ്റോറിയങ്ങളും ബുക്കിംഗ് ആവും, എല്ലാ ഓഡിറ്റോറിയങ്ങളും ബുക്കിംഗ്, കാര്യം ഭയങ്കര താമസമാണ് അല്ലേ. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ മിക്ക ഹോം സ്റ്റേകളും ഫില്ലാവും. ആ സമയത്ത് എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്തും റൂം കിട്ടാൻ പറ്റത്തില്ല. ഇതേപോലെ പെസഹായുടെ സമയത്ത് എല്ലാ ഹോളുകളും ഫില്ല, എല്ലാവരും പെസഹ ആചരിക്കാൻ വേണ്ടി തിരക്കില്ല. ഉടനെ കർത്താവ് പറഞ്ഞു നമുക്ക് പെസഹ ആചരിക്കണം. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ, എവിടെ ചെല്ലും? ഉടനെ യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുവാണ്, നിങ്ങളെതിരെയുള്ള പട്ടണത്തിൽ ചെല്ലണം. ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എതിരെ ഒരുത്തൻ വെള്ളം ചുമന്നുകൊണ്ട് കുടവും ചുമന്നുകൊണ്ട് ഒരുത്തൻ വരും. അവനോട് ചെന്നിട്ട് പറയണം, ഗുരുവിന് പെസഹ ഒരുക്കാൻ വേണ്ടിയുള്ള സ്ഥലം എവിടെയെന്ന് ചോദിക്കണം. അവൻ നിങ്ങളെ ഒരു വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി, അതായത് അവൻ്റെ മുതലാളിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല ശരിയോ തെറ്റോ, ഞാനൊരു ചരിത്രം കേട്ടതിൽ ഇങ്ങനെ പറയുന്നത് ലൂക്കോസിൻ്റെ ഭവനമായിരുന്നു എന്ന് പിന്നീട് പറയുന്നു, അറിയില്ല. എങ്കിലും ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ കേട്ടൊരു അറിവാണ്, ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല, പിന്നീട് പറയുന്നു. അപ്പോൾ അന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കുന്നത്, കർത്താവേ നിങ്ങളൊന്ന് ഓർത്ത്, അത്രയും തിരക്കുള്ളൊരു പട്ടണം, വർത്തമാനം യേശു പറയണം എതിരെയുള്ള പട്ടണത്തിൽ ചെല്ലണം. അപ്പോൾ പട്ടണം എന്ന് പറഞ്ഞാൽ എന്തായാലും തിരക്കുള്ള സ്ഥലമാണ്, പട്ടണം എന്നാണ് പറഞ്ഞത്. കാട് നല്ല പറഞ്ഞത്, വിജനമായ മരുഭൂമി നല്ല പറഞ്ഞത്, പട്ടണം എതിരെയുള്ള ഗ്രാമം. അപ്പോൾ അവിടെ ചെല്ലുമ്പം എന്തായാലും വെള്ളം ചുമക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കുടവും വെള്ളമൊക്കെ ആയിട്ട് അല്ലേ, ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് പൈപ്പും ചൂട്ടി പോകുന്ന ആൾക്കാർ ഇന്നുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ കോമൺ ആണ്. നമുക്കറിയാം കർത്താവ് ഉള്ള സമയത്ത് ഒരു ശമരിയ സ്ത്രീ ഉച്ചയ്ക്ക് സമയത്ത് എന്ത് ചെയ്യുക, വെള്ളം കോരാൻ വരുന്നില്ലേ കിണറ്റിൻ്റെ അരികിൽ, അതൊക്കെ കോമൺ അവിടെ. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി കറക്റ്റായിട്ട് ശിഷ്യന്മാർ എതിരെ വരണം, ഈ ടൈമിങ്ങിൽ അത് നടക്കണം. ഇതൊരു സൈനായിട്ട്. ഇനി ആ വ്യക്തിയോട് പറയുകയാണ്, ഞങ്ങളുടെ ഗുരുവിന് ഒരു പെസഹ ഒരുക്കാൻ വേണ്ടി ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ പുള്ളി പറയും, ഞാൻ ഈ പഞ്ചായത്തുകാരനല്ല എന്ന് വേണൊരു മറുപടി പറയാൻ മേലെ. നിങ്ങളുടെ ഗുരുവിന് പെസഹ ഒരുക്കണമെങ്കിൽ എന്തിനാ എന്നോട് പറയുന്നത്, അങ്ങനെ ചോദിക്കാൻ മേലെ. ഇനി തിരിച്ചു പറയാൻ മേലെ പുള്ളി പറയും, എനിക്ക് അറിയത്തൊന്നുമില്ല സഹോദര, ഞാൻ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക എന്നും പറയാൻ മേലെ. അപ്പം ഇത്രയും ഉത്തരങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ ഇത്രയും ഉത്തരങ്ങളെ അവർ ജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം, യേശു പറഞ്ഞ അടയാളം. നിങ്ങൾക്ക് എതിരെ ഒരുത്തൻ വെള്ളവും ചുമന്നുകൊണ്ട് കുടവുമായിട്ട് വരും. ആ കണ്ട അടയാളത്തിൽ അവർ ധൈര്യപ്പെട്ടു. അവനോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ, എനിക്ക് ഗുരുവിന് പെസഹ വേണം. ആ ഓക്കെ റെഡി. അവൻ നിങ്ങളെ വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി, കണ്ടോ അടയാളം കറക്റ്റ് അല്ലേ, കൊണ്ടുപോകും. ഇനി അടുത്തത് യേശു പറയുന്നു, നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ ചെന്നൊരു കഴുതേനെയും കഴുതക്കുട്ടിയെയും കാണും. അടയാളം പറയുകയാണ്, എതിരെയുള്ള ഗ്രാമത്തിൽ കഴുതയെ മാത്രമല്ല കഴുതേനെയും കഴുതയുടെ കുട്ടിയെയും കാണും. അതിനെ എന്ത് ചെയ്യണം, അഴിച്ചുകൊണ്ട് വരണം. അപ്പം അതിന് ഉടമസ്ഥൻ ചാടി വരും.
ആരാടാ എൻ്റെ കഴുതെടുക്കുന്നത്, ആരാടാ നിങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ചാടി വരും. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു കാറ് കിടക്കുക, ആ കാറയിൽ ഒരാൾ വന്നിട്ട് താക്കോൽ എടുത്ത് കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടാറ്റ കൊടുക്കും? ഇല്ലല്ലോ. അന്നത്തെ കാലത്തെ വാഹനമാണ് കഴുത. ഒരാളുടെ വീടിൻ്റെ അകത്ത് കയറി പറമ്പിൽ കയറിയിട്ട് ഒരു കഴുതയെ കെട്ടഴിക്കുമ്പം ആൾക്കാർ ചോദിക്കും, ഇത് എൻ്റെ കഴുതയാണ്, നിന്നോട് ആരെന്ന് വെച്ചിട്ട് ബഹളം വെക്കും. ഇത് വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷേ ഈ ക്വസ്റ്റ്യൻ അവർക്ക് ഫേസ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അതിനെ ഓവർകം ചെയ്തത് അടയാളം കൊണ്ടാണ്. യേശു പറഞ്ഞതുപോലെ തന്നെ കഴുതയെ കണ്ടു, കഴുതയെ കാണുക മാത്രമല്ല കഴുതയുടെ കൂടെ കഴുതയുടെ കുഞ്ഞിനെയും കണ്ടു. അപ്പോൾ ഇവർക്ക് ധൈര്യമായി അഴിക്കും. അതിൻ്റെ അർത്ഥം അഴിച്ചാൽ ചോദിക്കാൻ വരുന്നവന് ദൈവത്തിൻ്റെ അടയാളം ഉള്ളത് കൊണ്ട് ധൈര്യമാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൻ ഇതിനെ തരും. അതുകൊണ്ട് അവർ പറഞ്ഞു ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കണ്ടോ, ഓക്കെ, അവൻ ടാറ്റ പറഞ്ഞു, പൈസയും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല, യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ കാരണം ശിഷ്യന്മാർക്ക് ധൈര്യം കിട്ടിയത് അടയാളം കണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആത്മീയ വളർച്ചയിൽ, കൃപാവര വളർച്ചയിൽ നമുക്ക് അടയാളം ഇതൊക്കെ ബിഗിനിങ് സ്റ്റേജുകളാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ വളരും, വ്യക്തമായി കാണും. ഒരു മനുഷ്യനെ കാണുന്നത് പോലെ ദൂതന്മാരെ നിങ്ങൾ കാണും. നമ്മൾ TV സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മുമ്പിലുള്ള ആലോചനകളൊക്കെ ഇനി വെളിപ്പെട്ട് വരും. അത് ഇന്നും സംഭവിക്കാം, നാളെ സംഭവിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആളിക്കത്തിക്കണം, ഊതുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങളിപ്പം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. 3-4 ദിവസം മുമ്പ് അവർ ഒരു അടയാളം പറഞ്ഞു, ഒരു ചുമല വസ്ത്രം ധരിച്ച ഒരു മകള് വീട്ടിലേക്ക് വരും. ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ പുറത്തു പോകും. ആ പുറത്തു പോയതിനു ശേഷം കുറേ കാര്യങ്ങളുണ്ടാകും. എത്ര പേര് ആ അടയാളം കേട്ടു? എത്ര പേര് കേട്ടു? കേട്ടോ? അത് യൂട്യൂബിൽ കിടപ്പുണ്ട് സാക്ഷ്യം, നിങ്ങളൊന്നുകൂടെ കേട്ടാൽ അത് കേട്ടിട്ടില്ലാത്തവർ. അപ്പോൾ നിങ്ങൾ ആ സാക്ഷ്യം കേട്ട സമയത്ത് സൗരി പറഞ്ഞുണ്ട്, ഒരു വള്ളിയോ പുള്ളിയോ തെറ്റാതെ ആ കാര്യം എന്ത് ചെയ്തു? അതേപോലെ നടന്നു. അപ്പോൾ ഒരു ചോദ്യം, 6 ദിവസം മുമ്പാണ് ഇത്, 4 ദിവസം 5 ദിവസം മുമ്പാണ് ആ സഹോദരി ഇത് കേൾക്കുന്നത്. അത് ഏറ്റെടുത്തു. മകൾ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു. വേണമെങ്കിൽ പച്ചയിട്ടുണ്ടെന്ന് വരാമേലെ. അന്ന് തന്നെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അച്ചട്ടായിട്ട് നടന്നു. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറിന് ഇതെങ്ങനെ മനസ്സിലായി? പറ, എങ്ങനെ മനസ്സിലായി? എങ്ങനെ വെളിപ്പെടുത്തി? ഏത് വരത്തിലൂടെ? അത് ഞാൻ ഈ വരങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ എന്തിനാണ് ആ സൗകര്യം പറയാൻ നോക്കുന്നത്? ബ്രദറെ, അതെല്ലാം അങ്ങനെ നടന്നത് സകലതും നന്മയാക്കി മാറ്റി. അപ്പോൾ ആ വിഷയം വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പാനിക്കായി പോയേനെ. പക്ഷേ ആ വിഷയം നടക്കുന്ന സമയത്ത് ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അവർക്ക് ടെൻഷൻ ഇല്ലായിരുന്നു, അവർ ഭാരപ്പെട്ടില്ല. കാര്യം ഇതിൻ്റെ എൻഡ് എന്താണെന്നറിയാം, ഈ വിഷയത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അറിയാം. ഇത് ഡിസേണിങ് സ്പിരിറ്റ് അല്ല, വിവേചനാത്മാവല്ല, ഇത് പ്രവചനാത്മാവ്. അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ അറിയുന്നത് പ്രവചനാത്മാവാണ്. ഡിസൈനിങ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണോ നിങ്ങൾ കാണുന്നത് അതിനെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി അയാൾ ഏത് ആത്മാവുള്ള, അതിൻ്റെ അകത്ത് ദുരാത്മാവുണ്ടോ, അയാൾ എനിക്ക് ദോഷം ചെയ്യുന്ന വ്യക്തിയാണോ, അയാൾക്ക് കൈ കൊടുക്കണോ, ആ ബിസിനസ്സിൽ ഞാൻ കൈ വെക്കണോ, ആ ജോലിക്ക് ഞാൻ തിരഞ്ഞെടുക്കണോ, ആ ജോലി തിരഞ്ഞെടുത്താൽ എനിക്ക് മുന്നോട്ട് ഭാവിയിൽ വിഷയമാവുമോ, എൻ്റെ പിള്ളേരെ അങ്ങോട്ട് അയക്കണോ, അവരെ വിദേശത്തേക്ക് യാത്രയ്ക്ക് അയക്കണോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത് ചെയ്യണമോ എന്നുള്ള കണക്ഷനുകൾ വരുമ്പോൾ ആ പ്രസന്റ് സിറ്റുവേഷനെ വിവേചിക്കുവാൻ നിങ്ങൾക്ക് എന്ത് സഹായിക്കും? ഈ വരം സഹായിക്കും. എന്നാൽ പ്രവചന വരം എന്നുള്ളത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവ്. മുൻകൂട്ടി കാണുവാനുള്ള കഴിവല്ല, വരവാണ്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇന്നും ആ ഒരു കീയിലോട്ട് വന്നിട്ടില്ല. നിങ്ങൾ കീ ഇതിനെ ജ്വലിപ്പിക്കാനുള്ള, ആളിക്കത്താനുള്ള കീ നമുക്ക് നാളെ പറയാം. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു കീയാണ്. ഇതിപ്പോൾ കൃപാവരങ്ങളുടെ ഇന്നത്തെ കൊണ്ട് കൃപാവരങ്ങളെ ക്ലോസ് ചെയ്യുന്നു. ഇനി മുന്നോട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസുകളെ ഷെയർ ചെയ്യണം. മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഈ കാഴ്ചകളെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ടത് കാണാനും കേൾക്കാനും ഒക്കെ അത് കഴിയും. അപ്പോൾ അതിനുള്ള എബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക്, അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൈവെപ്പിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ മേൽ കൈ വെക്കുമ്പോൾ ആ വ്യക്തിക്കൊരു ജ്വലനം ഉണ്ടാകും എന്നും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത്. നിങ്ങൾക്കകത്തും ഇതുണ്ട്. ഇതാരുടെയും കുത്തകയല്ല, ഇത് ജ്വലിക്കുന്നതാണ്. ഞാനും ഓരോ ദിവസവും ഇതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്കും പല കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. ചിലത് വ്യക്തമായി വെളിപ്പെട്ടെന്നിരിക്കും, ചിലത് ഇങ്ങനെ അവ്യക്തമായി വെളിപ്പെട്ടെന്നിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ ആളി കത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഓരോ ദിവസവും ഇതിൻ്റെ അകത്ത് ആളി കത്തിക്കുവാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. എന്തിനാണെന്നറിയാമോ? അങ്ങനെ ആളി കത്തിക്കുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ അനേകരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അനേകരുടെ ജീവിതത്തിൽ അവർ പോകുന്ന സാഹചര്യങ്ങളെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സഹായിക്കുവാൻ കഴിയുന്നുണ്ട്. ചിലർക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രോഗശാന്തി വരത്തെ ഉപയോഗിച്ചപ്പോഴുള്ള സൗഖ്യത്തെ പറ്റി കേട്ടു. വർഷങ്ങളായിട്ടുള്ള രോഗബന്ധനങ്ങൾ അഴിയുന്നത് കേൾക്കാൻ പറ്റി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? ആ വരം ഞാൻ ഉപയോഗിച്ചപ്പോൾ എന്തുണ്ടായി? മറ്റുള്ളവർക്ക് ക്രിസ്തുവിലേക്ക് വരാനിരിക്കും. അതുകൊണ്ടാണ് യേശു തന്നിരിക്കുന്നത്. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇതിനെ കൺട്രോളിങ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഉസാമ ബിൻ ലാദന് വേണ്ടി പോയി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അയാളുടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡോൾഫ് ഹിറ്റ്ലർ, അയാൾ ലോകം മുടിപ്പിച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് ഈ കൃപാവരം കിട്ടിയാൽ എന്ത് സംഭവിക്കുക? അയാൾ മിസ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ബൈബിളിൽ ഏറ്റവും ഒടുവിൽ പൗലോസ് പറയുന്നത്, എല്ലാവരിലും പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവൻ അത് പകർന്നു കൊടുത്ത ഒരേ ആത്മാവാണത്രേ. അപ്പോൾ ആ ഒരേ ആത്മാവിലൂടെ നമുക്കിതിനെ നിയന്ത്രിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മുന്നോട്ട് ഓരോ ദിവസം വളരുന്നത് കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. കോൺഫിഡൻസ് ഇതിനകത്ത് പ്രധാന ഘടകമാണ്. കോൺഫിഡൻസ് നമുക്ക് പലപ്പോഴും ഒരു ധൈര്യം വരുന്നില്ല. ഇത് പറയാൻ ബ്രദറെ, എനിക്കത് പറയാനൊരു ധൈര്യം വരുന്നില്ല. അതിൻ്റെ കാര്യം നമ്മുടെ മനസ്സിലേക്ക് എനിക്കത് ഉണ്ടോ അല്ലെങ്കിൽ എനിക്കത് പറ്റുമോ എന്നൊരു ചിന്തയാണ്. അതിനെ ഞാനാ പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പം നിങ്ങൾക്കിപ്പം കൊരിന്ത്യ സഭയിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പേടിക്കണ്ട. അവിടെ പൗലോസിലേക്ക് 24 മണിക്കൂർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇങ്ങനെ അങ്ങോട്ട് അവരെ ഫോഴ്സ് ചെയ്യുകയാണ്. ഞാൻ നാളെ അതെടുക്കുമ്പോൾ നാളെ നമ്മൾ ആ കീലോട്ട് വരുമ്പോൾ നാം മനസ്സിലാവും പൗലോസ് എങ്ങനെയാണ് അവരെ പ്രോത്സാഹിപ്പിച്ചെന്നുള്ളത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ് ലീഗ അവർക്ക് എങ്ങനെയാണ് കീ കൊടുത്തുകൊണ്ടിരുന്നത്, അതിനെപ്പറ്റി നമ്മൾ ലാസ്റ്റ് എത്തുന്ന പോർഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ജ്വലിപ്പിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പ്രശ്നം വരുമ്പോൾ ബ്രദറിൻ്റെ നമ്പർ, ഞാൻ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമം വരുവേ. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ എന്നെ വിളിക്കരുതെന്നൊരാശയമല്ല, പ്രെയർ ലൈനിൽ വിളിക്കരുതെന്നൊരാശയമല്ല. ഞാനിപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 10 മിനിറ്റ് സോറി പറയും, ബ്രദറെ ഒന്നും തോന്നരുത്, ബ്രദറിനെ വിളിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബ്രദറെ. ഞാൻ ഈ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പെട്ടെന്നൊരു ബ്രദറിനെ വിളിക്കുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. പ്രെയർ ലൈനിൽ നിന്ന് വിളിക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഉപയോഗിക്കാനെന്ന് നോക്കിക്കേ. ഒന്ന് ഉപയോഗിക്കുവാൻ നോക്കിയാൽ നമുക്ക് കൂടുതൽ ആ കാര്യത്തിലേക്ക് ജ്വലിച്ചു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റുകളെ ഉപയോഗിക്കുവാൻ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഓരോ കൃപാവരങ്ങളെ ഉപയോഗിക്കുവാൻ ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ കൂട്ടായ്മ ഇതിൻ്റെ മുകളിൽ മാറാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വരുന്ന ഏതെങ്കിലും ഒരു വർഷത്തിൽ നമുക്കൊരു എല്ലാവർക്കും കൂടി ഒരു കോൺഫറൻസ് നമ്മൾ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. 1 ദിവസമോ 2 ദിവസമോ വല്ലോ. ആ കോൺഫറൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന, അനേകർക്ക് പ്രയോജനപ്പെടുന്ന കൃപാവരങ്ങളുടെ ഉപയോഗങ്ങളെ പറ്റിയാണ്. അതെങ്ങനെ ഉപയോഗിക്കണം, നിങ്ങളിൽ അതെങ്ങനെ ഉപയോഗപ്രദമാക്കി മാറ്റൂ എന്നുള്ളത് വചന അറിവിലൂടെയും പരിശുദ്ധാത്മ സഹായത്തിലൂടെ നടക്കുന്ന ഒരു കോൺഫറൻസ് നമ്മൾ വെക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം നമുക്ക് ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം. ഫസ്റ്റ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം, കർത്താവേ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. എങ്ങനെയാണ് നമ്മൾ അടയാളം ചോദിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവേ ഈ വിഷയം, ഇപ്പം ഉദാഹരണമായിട്ട് ഈ വിഷയം, ഞാനൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞിടെ 6 മാസം മുമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ആ ഒരു വ്യക്തിയെ നമ്മളിന്ന് കാണാൻ വേണ്ടി പോവാണ്. നമുക്ക് ആ വ്യക്തിയുടെ വല്ലാത്തൊരു മാനസികാവസ്ഥയുടെ കടന്നു പോവുകയാണ്. അവരുടെ കുടുംബജീവിതത്തിൽ വലിയൊരു തകർച്ചയാണ്. അവർ മക്കൾ വല്ലാത്തൊരു ഭയങ്കര വിഷയത്തിൽ. അപ്പം ഞാൻ അവരെ കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അവരോട് എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടോ? കർത്താവേ അങ്ങേക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്. അപ്പം എൻ്റെ മാനുഷിക ഇഷ്ടം കൊണ്ട് സംസാരിക്കുന്ന ആളല്ലല്ലോ ഞാൻ, എൻ്റെ ഇഷ്ടമല്ലല്ലോ അവിടെ വെളിപ്പെടേണ്ടത്. കർത്താവേ എന്തേലും ഉണ്ട്. അപ്പം ഞാനൊരു കാഴ്ച കാണുവാണ്. ഈ സഹോദരി ഞാൻ നേരിൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ വേണ്ടി 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ആ സഹോദരിയെ കാണും. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു, അവരുമായിട്ടുള്ളൊരു കണക്ഷൻ. ഞാനൊരു ബ്രദറിൻ്റെ അടുക്കിലേക്ക് പോകുന്ന വഴിക്ക് ബ്രദർ പറഞ്ഞു, ബ്രദറെ എൻ്റെ വീട്ടിലോട്ട് ബ്രദർ വരുവാണെങ്കിൽ ഞാനൊരു സഹോദരി ഉണ്ട്, വല്ലാത്ത സ്ട്രഗിളിൽ നിൽക്കുവാണ്, ബ്രദറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ഈ സഹോദരൻ വിളിച്ചപ്പോൾ ആ സഹോദരി വില്ലിങ്ങാ, വരാൻ റെഡിയാ. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ നമ്മളൊരു 1/2 മണിക്കൂറിനുള്ളിൽ എത്തും ബ്രദറെ, ആ സഹോദരി അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത്, ഒരുങ്ങാനുള്ള സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ണടച്ചിരുന്നു. കർത്താവ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേ, വേണ്ടെന്നേ, ദൈവം കാണിക്കാനില്ലെങ്കിൽ വേണ്ട. അതാണ് പറഞ്ഞത്, ബ്ലാങ്ക് ആയിട്ട് വരും. ദൈവം കാണിക്കുന്നില്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വരും. എന്തേലും ഉണ്ടെങ്കിൽ അത് തുറന്നു വരും.
ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരി ഒരു ചുവന്ന ടോപ്പ് ഇട്ടേക്കിട്ട് നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ചുമന്നത് വ്യക്തമായിട്ട് ഞങ്ങൾ ചുമന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നതൊരു അടയാളം കാണുകയാണ്. എന്നിട്ട് കർത്താവാണ് അവരുടെ വിഷയങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് വലിയൊരു അത്ഭുതമാക്കി മാറ്റുമെന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും അവിടെ യാത്ര ചെയ്തു. ഞാൻ യാത്ര ചെയ്ത് അവിടെ വീട്ടിൽ ഇരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ആ സഹോദരി വരുന്നത്. ഡോറ് നോക്ക് ചെയ്തു, ഡോറ് തുറന്നു. എൻ്റെ അടുക്കലേക്ക് വന്നപ്പോഴേക്കും കറക്റ്റ് ചുവന്ന ടോപ്പ് ഇട്ടുകൊണ്ടാണ് ആ സഹോദരി വന്നിരിക്കുന്നത്. അതായത് അരമണിക്കൂർ മുമ്പ് തന്നെ ഈ സഹോദരി ഏത് വസ്ത്രത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നുള്ളത് ഒരടയാളം. അപ്പോൾ നമ്മൾ ചോദിച്ചത് കൊണ്ടല്ല, അല്ലേ എന്ത് സംഭവിച്ചാൽ അവിടെ ചെല്ലുന്നു, ഞാനൊരു പച്ച വസ്ത്രം ഇട്ടേക്കുന്നു, സഹോദരി ചുമന്ന് ഇട്ടേക്കും, എന്നാ കുഴപ്പം? അവർ പല വസ്ത്രം പലരും ഇടുന്നതല്ലേ. പക്ഷെ അവിടെ എനിക്കൊരു അടയാളം കിട്ടി. അവരുടെ കുടുംബത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റും എന്ന് എനിക്ക് ഉറപ്പോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് ഒരു അടയാളം തന്നു. അവർക്ക് വേണമെങ്കിൽ നീല കളർ കൊണ്ട് വരാൻ മേലെ, അവർക്ക് കറുപ്പ് ഡ്രസ്സ് ഇടാൻ വേണ്ടി മേലെ, അവർക്ക് വേറെ എന്ത് വിടാൻ മേലെ, പക്ഷെ അവരെന്ത് ധരിക്കുവാൻ പോകുന്നു എന്നുള്ളത് എനിക്കൊരു അടയാളമായി ദൈവം തന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതിൻ്റെ ഒരാളിക്കത്തിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ ഒന്നാമത്തെ മനസ്സിലായി. നമ്മൾ അടയാളങ്ങൾ ചോദിക്കണം. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അടയാളം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊരു അടയാളം ചോദിക്കും, കർത്താവേ എനിക്കൊരു അടയാളത്തെ കാണിക്കണം. അപ്പോൾ നിങ്ങൾ ഇന്ന് കർത്താവേ ആ വ്യക്തി ഇന്ന രീതിയിൽ വന്നാൽ നമുക്ക് നാളെ ഞാൻ ആ ഒരു കാര്യത്തിൽ നമുക്ക് ചോദിക്കുന്ന അടയാളത്തിലേക്ക് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നാളെ ബാക്കി ഒരു കീയും എന്താണ് ഇതിൻ്റെ കീയും കൂടെ പറഞ്ഞ് നമ്മൾ നാളെ ഇത് ക്ലോസ് ചെയ്യും. ഈ ഒരു വചനചിന്ത നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള അടയാളം ചോദിക്കാം. ദൈവത്തിൽ നിന്നുള്ള അടയാളം എന്തെങ്കിലും കർത്താവ് എനിക്കൊരു അടയാളം കാണിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചില ആളുകളുടെ മോതിരങ്ങൾ വ്യക്തമായി കണ്ടിട്ടുണ്ട്. മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവർ ധരിച്ചിരിക്കുന്ന മോതിരത്തിൻ്റെ ഡിസൈനുകളെ കൺഫർമേഷനുകൾ വേണ്ടി കാണിച്ചിട്ടുണ്ട് കർത്താവ്. അവരേത് രൂപത്തിലുള്ള വ്യക്തികളെന്നും അവരെങ്ങനെയുള്ള വ്യക്തികളാണെന്നും അവരെന്ത് സംസാരിക്കാൻ എന്നോട് പോകുന്നുവെന്നും അവർ സംസാരിക്കാൻ പോകുന്ന വാചകങ്ങൾ വരെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കേൾപ്പിച്ചിട്ടുണ്ട് കർത്താവ്. ഇതൊക്കെ ഒരു അടയാളമാണ്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ വേറെ ഒന്നും നോക്കണ്ട, അവിടെ ഓക്കെ, വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസുകൾ അതാ പറഞ്ഞത്. നമുക്കിതിൻ്റെ ഇതൊക്കെ ബിഗിനിങ് സ്റ്റേജുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊക്കെ നമുക്ക് വലിയ അതിശയം തോന്നിയിട്ടില്ലേ? പക്ഷെ ഇതൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജുകളാണ്. ഇതിൻ്റെ ഹയർ ലെവലിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഇതെന്തിനാണ് ഈ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരണം, നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി തീരണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു കുരുക്കിപ്പോയി വീഴാൻ. അതുകൊണ്ടാണ് പല വിശ്വാസികളും ഞാൻ കണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇത്രയും വലിയ ദൈവത്തെ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഗതി പിടിക്കാത്തത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറയുവാണ്. എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല? ഈ ചോദ്യത്തിൻ്റെ കാരണം നമ്മൾ എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുകയാണ്, എവിടെയൊക്കെയോ കുരുക്കിപ്പെട്ട് കിടക്കുകയാണ്. ആ കുരുക്ക് അഴിക്കുവാനും കുരുക്കിലേക്ക് വീഴാതിരിക്കുവാനും നമ്മളെ സഹായിക്കുന്ന 9 വരങ്ങളാണ് ഈ കൃപാവരങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിന്നിലുള്ള കൃപാവരം ഒന്ന് നിനക്ക് നിന്റെ അഭിവൃദ്ധിക്കായിട്ടും പൊതുപ്രയോജനത്തിനായിട്ടും. ആദ്യം നിനക്കൊരു അഭിവൃദ്ധി ഉണ്ടാകണം, എന്നിട്ട് നീ അത് പൊതുപ്രയോജനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കൊടുക്കണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കേട്ടതുപോലെ ആ കൃപാവര പ്രാർത്ഥനയിലേക്കൊന്ന് പോകാം. ഈ സമയത്ത് കർത്താവിൽ നമുക്ക് അത്ഭുതങ്ങളുടെ വരവും കൃപാവരങ്ങളും എല്ലാ വരങ്ങളെയും നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് കാണുന്ന ദർശനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പകല് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമ്മളീ കൂടുന്ന ആളുകൾ ഞാൻ മുൻകൂട്ടി നോട്ടീസ് തരും. എനിക്കറിയാം നിങ്ങൾ പല രാജ്യങ്ങളിലുള്ളവരാണ്, പല ജോലിയിൽ നിൽക്കുക. ഒരു ദിവസം അതിനുവേണ്ടി ലീവ് എടുക്കണം. ഓ ബ്രദറെ എനിക്ക് പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ എക്സ്ക്യൂസ് ഒന്നുമല്ല. നമുക്കിതിനെ പരസ്പരം നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയും ചോദിക്കുവാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടൊരു 1 ഡേ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ എല്ലാ മീറ്റിങ്ങുകൾക്ക് ഫെബ്രുവരി മീറ്റിങ്ങിന് മുമ്പ് അത് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാനത് പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മുടെ പ്രയറിൽ ലൈനിലെ നമ്പറുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതെല്ലാം അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിതയ്ക്കണം എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എന്താണ് വിത എന്നുള്ളത് മനസ്സിലാവില്ല. പിരിവല്ല, ഇത് ബ്രദറിന് കൊടുക്കുകയല്ല. ബ്രദറിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു കണക്കുമില്ല, ഒരു കണക്കും എനിക്ക് അറിയത്തുമില്ല. ഇത് കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന മിനിസ്ട്രികൾക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കാൻ പോകുന്ന ലോകം മുഴുവനും നടക്കാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി വിതയ്ക്കാനുള്ള അവസരമാണ്.
നിങ്ങൾ വിതച്ചാലും വിതച്ചില്ലെങ്കിലും എല്ലാ പ്രാർത്ഥനകളും വളരെ ഭംഗിയായിട്ട് നടക്കും. പക്ഷേ എനിക്കും അതിൻ്റെ ഒരു ഭാഗമാകുവാൻ കിട്ടുന്നൊരു അവസരമാണ് സുവിശേഷ വേലയിൽ കൊടുക്കുന്നത്. ശ്രദ്ധിച്ചോണം, എനിക്കും അതിൻ്റെ ഭാഗമാകുവാൻ ലഭിക്കുന്നൊരു അവസരമാണ്. ബൈബിളിൽ വാക്യമുണ്ട്, നിന്റെ സകല നന്മകളും എല്ലാത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. കർത്താവിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് നിനക്ക് തരുന്നതാണ് ദശാംശമെന്ന് വചനം പറയുന്നു. എല്ലാ കാര്യങ്ങളും. അപ്പോൾ വിതയ്ക്കുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിതയ്ക്കുന്നത് അനുഗ്രഹിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വർധനവിനെ കൊണ്ടുവരും. പുതുതായിട്ട് നിങ്ങൾ വിതയ്ക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കാണാം, അത് സ്ക്രീൻഷോട്ടായിട്ടോ, ഇതിനകത്ത് ഗൂഗിൾ പേ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ നിർബന്ധമായിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഭാഗങ്ങളാകുക. ഇനി കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നതേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുകയാണ് അത് കൊടുക്കണമെന്ന് തോന്നിയാൽ ധൈര്യമായിട്ട് കൊടുക്കുക. കർത്താവ് അത് അനുഗ്രഹിക്കും. വരാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നെങ്കിലും ആ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വർധനവുണ്ടാകും. അവരുടെ സകല ഞെരുക്കങ്ങളും കടഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. വലിയ നന്മകളാൽ സ്വർഗം അവരെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. വലിയ നന്മകളാൽ ദൈവം അവരെ സൂക്ഷിക്കുന്നല്ലോ. എല്ലാ മേഖലയിലും പുഷ്ടിയുള്ളവരായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രെയർ ലൈൻ നമ്പറുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആ നമ്പർ ഞാനിപ്പോൾ കാണിക്കാം. ഈ 2 നമ്പറുകൾ ഞാനിത് കറക്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് അതിപ്പോൾ ഷെയർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. അത് ക്ലിയർ അല്ല, എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. സൂമിൽ അത് കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഈ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ഞാൻ പെട്ടെന്ന് എടുത്താണ്. ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വരാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസിൽ അറിയാനും പ്രയർ റിക്വസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാൻ പറ്റുന്ന 2 മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടാം. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാം എവിടെ നിന്നാണെങ്കിലും. അപ്പോൾ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ കൃപയാൽ ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലോട്ട് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ലൈവിൽ കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഗ്രൂപ്പിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥനയിൽ ഓൾ ഇന്ത്യ ആയിട്ടൊക്കെ, ഓൾ ഇന്ത്യ എന്ന് ഞാൻ പറയുന്നില്ല, പദം തെറ്റാണ്. ഓൾ ഇന്ത്യേഴ്സ് അല്ലത്, നിങ്ങൾ സഹശുശ്രൂഷകന്മാരായിട്ടാണ്. ഓൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു പദമാണ്, എനിക്കറിയാം. സഹശുശ്രൂഷകരായിട്ട്, അതായത് ശുശ്രൂഷിക്കുന്ന ബ്രദറിൻ്റെ കൂടെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി സഹശുശ്രൂഷകന്മാരായിട്ട്. അതിൻ്റെ ക്വാളിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുള്ള പ്രാഗൽഭ്യം എന്നാന്ന് വെച്ചാൽ മനോഭാവമാണ്. എനിക്ക് മനസ്സുണ്ട് ബ്രദറെ, കർത്താവിൻ്റെ വേണ്ടി വേലയിൽ നിൽക്കുവാൻ എനിക്ക് മനസ്സുണ്ട് എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരുടെ കൂടെ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം. എൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദേശത്ത്, ഇപ്പോൾ കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തും നടക്കാൻ പോകുന്ന ലോക രാജ്യങ്ങളിൽ, US-ലായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, ഇന്ത്യയിലും പല രാജ്യങ്ങൾ നടക്കുന്ന എല്ലാ പ്രാർത്ഥനയിലും എനിക്കിങ്ങനെ സഹശുശ്രൂഷകന്മാരെ ആവശ്യമുണ്ട്. മനോഭാവമായിരിക്കണം, എന്നും ചെയ്യണം. അതിനിപ്പോൾ അവരെ സഹായിക്കാനാണോ, കസേരയിടാനോ, പരിപാടിക്കാണോ, എന്തിനാണോ, ശുശ്രൂഷകളെ പാട്ട് പാടാനാണോ, എല്ലാത്തിനും ഞാൻ റെഡിയാണെന്ന് പറയുന്നത്. ഞാനതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കൊരു മടിയില്ല. ഇനി ആരുമില്ലെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് ചെയ്യും. എങ്കിലും നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. എനിക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവരെ ബന്ധപ്പെട്ടവരോട് സംസാരിക്കുക, അവരുടെ കൂടെ നിൽക്കുക. ചിലപ്പോൾ എനിക്ക് നിങ്ങളെ കാണാനോ പെട്ടെന്നൊന്ന് നിങ്ങളോടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ പറ്റില്ലായിരിക്കും. ഒന്നും നോക്കരുത്. ബ്രദർ മൈൻഡ് ചെയ്യുന്നുണ്ടോ മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടോ നിങ്ങളുടെ വിഷയമല്ല. പ്രതിഫലം കർത്താവാണ് തരുന്നത്. ഞാൻ പലപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അങ്ങനെയാണ്. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നുണ്ടോ, അവരാരെന്നെ പ്രശംസിച്ചൊന്നും ഞാൻ നോക്കാറില്ല. കാര്യം എനിക്ക് പ്രതിഫലം സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. ഈ സമയത്ത് 9 കൃപാവരങ്ങൾ നിങ്ങളിൽ തുറന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പൗലോസ്ലീഹ തിമോഥെയോസ് നിന്നിലുള്ള കൃപാവരം. അപ്പോൾ ഇനി കൊച്ചിൻ്റെ വിഷയം വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്, സഹോദരന്മാരെ വിളിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്. കർത്താവി, അവൻ്റെ ഭാവി എന്താണ്, അവൻ്റെ കുടുംബം ഇപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, ഒന്ന് പ്രാർത്ഥിച്ച്. നമ്മൾ അതിൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ്സാണ് ഈ ദിവസം നടക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കും, നിങ്ങൾ ഓർത്തത് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി ഒരു വചനമൊക്കെ ഇട്ട് ആശ്വസിച്ച് പോകുന്ന പരിപാടിയൊന്നുമല്ല പ്രിയരെ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ ചിന്തിക്കുന്ന 2 കൈകൊട്ടി പാട്ടും പാടി ടാറ്റ പറഞ്ഞു പോകുന്ന പരിപാടിയൊന്നുമല്ല. ഈ ഭൂമിയിൽ ജീവനിൽ വാഴുവെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനിൽ വാഴിക്കുന്ന ദൈവമുണ്ട് നമുക്ക്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം. ഇത് ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് ഇതെല്ലാം എന്ത് ചെയ്തു പോയി, ഇതെല്ലാം മാനുഷിക ബുദ്ധികൾ, മതങ്ങൾ ഇതിനെ സ്വാധീനിച്ചതെല്ലാം ഒരു മതത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് സംഭവിച്ചത്, കെട്ടപ്പെട്ടു പോയത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായി പോയി. അതാണ് സംഭവിച്ചു പോയത്. നമ്മുടെ ജീവിതം അങ്ങനെയായി തീർന്നു. അത് പിശാചിൻ്റെ ഒരു തന്ത്രം എന്ന് ഞാൻ പറയത്തുള്ളൂ, മതത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നത്.
യേശു മതത്തിൻ്റെ ആളല്ല, യേശു ലോക രക്ഷകനാണ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരത്തിൻ്റെ ശുശ്രൂഷകൾ ജ്വലിക്കാൻ വേണ്ടി പോവുക. നിങ്ങൾ പരസ്പരം ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾ ശ്രദ്ധിച്ചോണം, നേരിട്ട് നിങ്ങൾ വരുന്നവരെ കൊണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിപ്പിക്കും, രോഗികളായി കൊണ്ടുവന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പിക്കും. അതിനൊക്കെ തയ്യാറായിട്ട് വേണം വരാൻ വേണ്ടി. നിങ്ങൾ ആർക്കും ഒഴിവല്ല, നിങ്ങളെക്കൊണ്ട് എല്ലാം അവിടെ പ്രാർത്ഥിപ്പിക്കും. ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള സകല രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ അഭിഷക്തരായി നിങ്ങളെ കർത്താവ് മാറ്റിയിരിക്കും. ഞാൻ മാറ്റുമല്ല, ദൈവം നിങ്ങളെ മാറ്റിയിരിക്കും. അത്രയ്ക്കും വലിയൊരു ഇമ്പാർട്ടേഷൻ ആ പ്രാർത്ഥനയിൽ ഉണ്ടാകും, വലിയൊരു പകർച്ച അവിടെ ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കൃപ വ്യാപരിക്കും. നിങ്ങളെ കർത്താവ് ഒരു സാധാരണക്കാരനായി വിടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിവിടെ വഴിതെറ്റി വന്നതല്ല, ദൈവം കൂട്ടി വരുത്തി എന്ന് പ്രാർത്ഥിച്ച്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടും, ആ വേദനയുള്ളവരൊക്കെ ഒന്ന് കൈവച്ച്. ഞാൻ ഇന്നലെ ഒരു യൂട്യൂബിൽ കുറേ കമൻറ്റ് കൊണ്ട് രോഗി സൗഖ്യത്തിൻ്റെ ഒത്തിരി ആൾക്കാർക്ക് സൗഖ്യം ലഭിച്ച കമൻറ്റുകൾ കണ്ടു. കർത്താവ് നിങ്ങളുടെ മേൽ, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ആ കമൻറ്റിൽ കിടന്ന് കളിക്കാതെ നേരിട്ട് വന്ന് സാക്ഷ്യം പറയും. എന്തിനായി മടിക്കുകയും പേടിക്കുകയും ചെയ്യുന്നത്? ഒരു വോയിസ് റെക്കോർഡ് സാക്ഷി വയ്ക്കുക. ഞങ്ങൾ ആ വിശ്വാസത്തിലേക്ക് ഒന്ന് ബലപ്പെടട്ടെ. ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അതൊന്ന് ആളിക്കത്തിക്കാൻ കിട്ടുന്ന അവസരമാണ് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു കുടുംബത്തെ കർത്താവിനെ കാണിക്കും. ഒരു മകളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിച്ചു പോയി, പക്ഷേ ആ ബന്ധം വേർപെട്ട് ഇപ്പോൾ ആ മകള് വീട്ടിൽ നിന്ന് വളരെ ഭാരത്തോടെ എന്നെ ആ കുടുംബം കേൾക്കുകയാണ്. യേശുവേ, ആ കുടുംബത്തിൽ ഈ മകളെ കൂടാതെ അതിനൊരു സഹോദരനും കൂടെയുണ്ട്. ആ കുടുംബത്തിലൊരു ഒരാൺ പൈതൽ വേറെയുണ്ട്, വേറെ ഒരു മകനും കൂടെ ഉണ്ട് അവർക്ക്. ആ കുടുംബം വല്ലാതെ ഭാരപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിൽ ആ മകളുടെ ഭാവി ഓർത്ത് എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയും, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കർത്താവെ ഞങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോൾ പരിശുദ്ധാത്മാവേ, ഞാനൊരു ഭവനം ഇങ്ങനെ കർത്താവ് എന്നെ കാണിക്കുകയും, നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് അതിന് ചെത്തിപ്പൂ എന്ന് പറയും. ആ പൂ നിങ്ങളുടെ നാട്ടിൽ എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണിൽ ഞാനതാ കാണുന്നത്. അങ്ങനെ ഒരു പൂ നിൽക്കുന്ന, ഫ്രണ്ടിൽ ഇങ്ങനെ നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു വീടിൻ്റെ മുൻവശം ഞാൻ കർത്താവ് എന്നെ കാണിക്കുക. എന്നാൽ ആ ഭവനത്തിലേക്ക് കയറി വരുന്ന ആ ഒരു ഭവനത്തിൻ്റെ ഒരു സമയത്ത് തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പഴയ ഒരു വീടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് ഫ്രണ്ട് വശമൊക്കെ വാർത്തിട്ടേക്കുന്ന ഒരു വീടാണ്. പക്ഷേ ആ വീടിന് പഴക്കമുണ്ട്. ആ വീടിൻ്റെ പിന്നോട്ട് അതിന് സ്ഥലങ്ങളുള്ളൊരു വീടാണ്. ഞാൻ ആ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിലുള്ള ആ വ്യക്തി, ആ കുടുംബത്തിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ ആ ഉടമസ്ഥതയിൽ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തിക്ക് വേറെ 2 സഹോദരന്മാരുള്ള ഒരു വ്യക്തിയാണ് ആ ഭവനത്തിലെ ഉടമസ്ഥൻ. എന്നെ കർത്താവ് കാണിക്കുന്നു. എന്നാൽ ഇപ്പോൾ ആ ഭവനത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് ഒത്തിരി മാറാ രോഗങ്ങൾ കടന്നുകൂടിയ ഒരു ഭവനമാണ്. എന്നാൽ എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആ കുടുംബത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ ചെടി നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടതും എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പല ജില്ലക്കാരായതുകൊണ്ട് പല വ്യാഖ്യാനങ്ങൾ പല ഇതിനും വരുന്നുണ്ട്. എങ്കിലും ഈ കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചത് മറ്റൊരു അടയാളം കൂടെ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ സെൻറ്ററായിട്ടുള്ള മുറിയിൽ ഈ റെഡല്ല, നമ്മുടെ ഈ നിലത്ത് അടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ കളറിലുള്ള ഒരു ഫാൻ, റെഡ് എന്നല്ല, അതിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള മെറൂൺ പോലത്തൊക്കെ പറയുന്നത് പോലെ കളറുള്ള ഒരു ഫാൻ, റെഡ് ഓക്സൈഡ്, അതിൻ്റെ തന്നെ ഒരു ഡാർക്കായിട്ടുള്ള ഒരു കളറിലുള്ള ഒരു ഫാൻ, നടുക്കത്തെ മുറിയിൽ അതേ കളറിലെ ഒരു ഫാൻ കിടക്കുന്ന ഒരു വീടാണ് കർത്താവ് എന്നെ കാണിച്ചു തരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേലേക്ക് കർത്താവിനോട് പറയുന്ന മാരാ രോഗങ്ങളെ കൊണ്ടിടുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ ഇന്ന് മാറുകയാണ്. കുടുംബത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഇന്ന് വെളിപ്പെടുകയാണ്. ഒരു വാക്ക് കർത്താവ് പറയുന്നു, ദൈവം ഒരത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോകും. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഈ സമയം നമുക്കൊന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. രോഗികളായി ഭാരപ്പെടുന്നവർ ആ വേദനയുള്ള ഭാഗത്തോട്ട് വേഗത്തിലൊന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നിങ്ങളെ ആ വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണ്. നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള അവസരമുണ്ട്. ആർക്കെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു മാറ്റം കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്കത് പറയാനുള്ള അവസരമാണ്. ഇന്ന് കൈ അവിടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം പറയാൻ പറ്റും. വേദന മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വേദന ഇപ്പോൾ എത്ര വലിയ മാരക വേദന ആയിക്കോട്ടെ,
എത്ര ഭയങ്കര ഇപ്പം നിങ്ങൾക്ക് സൗഖ്യം നടക്കാൻ പോകും. ഇപ്പം നിങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗബന്ധനത്തിനോ രോഗാത്മാവിനോ വേദനകൾക്കോ ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേലെ അവകാശമില്ല. സൗഖ്യത്തിനാണ് ഞങ്ങളുടെ മേൽ അവകാശം. സൗഖ്യത്തെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വേദനയോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകട്ടെ. ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത്ഭുത മന്ത്രിയായവനെ, വീരനാം ദൈവമായവനെ, അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ. അപ്പോൾ യേശുവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയത് നന്ദി. വേദനകളിൽ നിന്നും മോചനം കൊടുത്ത് കൃപയ്ക്കുന്നു. വേദനകൾ വിട്ടുപോയതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും ആ വേദനയിൽ നിന്നും മോചനം ലഭിച്ചവർ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പറയാൻ വേണ്ടി പറഞ്ഞോ ബ്രദർ. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് എന്റെ കയ്യില് റിസ്റ്റില് വേദനയായിരുന്നു, റൈറ്റ് ഹാൻഡില്. ഞാൻ ഇതിനു മുന്നേ ബ്രദർ പ്രാർത്ഥിച്ചപ്പോക്കെ ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോ വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു മറിച്ച് നോക്കുമ്പോ എനിക്ക് ആ വേദനയില്ല. ആമേൻ ആമേൻ. എത്ര ദിവസമുള്ള വേദന രജിസ്റ്റർ ചെയ്ത്? ഇത് കുറച്ച് ദിവസമായി ഉണ്ട്, 2-3 ആഴ്ചക്ക് മാറ്റായിട്ടുണ്ട്. ഇപ്പൊ ആ വേദന ഇല്ല സിസ്റ്റർക്ക്? ഇല്ല ഇല്ല. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി, സൗഖ്യമാക്കിയത് നന്ദി അപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കരയണ്ട കർത്താവ് നമ്മൾ പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഇന്ന് കാലത്ത് തുടങ്ങി ഭയങ്കര തലവേദനയായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ സമയം പറഞ്ഞപ്പോ ഞാൻ തലയിൽ കൈ വെച്ച് നന്നായി പ്രാർത്ഥിച്ചു. ഇപ്പൊ അത് വിട്ടുപോയിരിക്കുന്നു. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി അപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ഞാൻ എന്റെ മോളുടെ കൊച്ചിനെ 2 ദിവസം മുമ്പ് ഭയങ്കര തലകറക്കുമായിരുന്നു. തലകറക്കാൻ അവന് 9 വയസ്സേ ഉള്ളൂ. അപ്പൊ 2-3 ദിവസം അവൻ സ്കൂളിൽ പോയില്ല. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, CT സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തേ. പക്ഷെ എന്നാൽ ഈ തലകറക്കം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഉള്ളിലൊരു ഭയോ അങ്ങനെയൊന്നും വന്നില്ല. ഞാൻ അറിഞ്ഞപ്പോ തുടങ്ങി ഞാൻ ഇങ്ങനെ എപ്പോഴും അടുപ്പിനേക്കാൾ സൗഖ്യം വന്നിരിക്കുക. അത് ഞാനും പറഞ്ഞു, കൊച്ചിനും കൊണ്ട് അത് എപ്പോഴും അവനോട് പറഞ്ഞോണ്ടേ നടന്നു. ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണേണ്, മക്കള് പിതാവ് നമുക്ക് അവകാശം തന്നേക്കണം, നമ്മൾ രോഗസൗഖ്യം മേടിച്ചെടുക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്നലെ ഡോക്ടറിന്റെ അടുത്ത് പോയി സ്കാൻ ചെയ്ത് റിസൾട്ട് ഒക്കെ കൊണ്ട് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ആമേൻ മാത്രമേ ഉള്ളൂ. അതൊരു ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയിരുന്നെ, അത്ഭുതം ചെയ്തിരുന്നെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞ പോലെ തന്നെ സൗഖ്യം നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞു. കർത്താവ് ആ സൗഖ്യം കൊടുത്തിരുന്ന സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു ബ്രദറെ. അന്ന് ബ്രദർ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞായിരുന്നു, സ്വപ്ന എന്ന മാതാവ് കേൾക്കുന്നു. സ്വപ്ന എന്ന എന്റെ മോളുടെ പേര് സ്വപ്ന. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോ ഹസ്ബൻഡിന് ജോലിയായി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇടപെട്ട ഒരു ആലോചനയാണ്. അത് ഏറ്റെടുത്ത് പറഞ്ഞ പോലെ തന്നെ ആ ജോലി ലഭിക്കേണ്ടത് തുടർന്ന്. ഗോഡ് ബ്ലെസ് യു സ്റ്റേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സമയത്ത് നിങ്ങൾക്ക് ആ വേദനകൾ സൗഖ്യമായവരുണ്ടെ പെട്ടെന്ന് പറഞ്ഞു. ഇപ്പം ബ്രദറെ, എന്റെ വലത്തെ കൈയുടെ തള്ളവരത്തിന് കുത്തിപ്പഴുക്കുന്ന വേദനയായിരുന്നു 2 ദിവസമായിട്ട്. അതിപ്പോ ഞാനിങ്ങനെ കൈവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ ആ വേദന മാറി എനിക്ക്. ആമേൻ. സ്വത്രം. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരുന്നത് ഇപ്പൊ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ വേദന മാറി. പറഞ്ഞു. എന്റെ മുട്ടുകൾക്ക് നല്ല വേദനയായിരുന്നു. ഇത് വർഷങ്ങളായി തുടങ്ങിയ വേദനയാണ്. ഇടയ്ക്ക് മുട്ടിന് കുത്തിവയ്പ്പൊക്കെ എടുത്താണ് നടക്കാൻ വയ്യാഞ്ഞിട്ട്. എന്നിട്ടും വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് നല്ല ആശ്വാസം. കുറച്ചു മുമ്പ് നടന്നപ്പോ പോലെ എനിക്ക് കാൽ നല്ല വേദനയായിരുന്നു. ഒരു ഇടത്തെ മുട്ടങ്ങ് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്ന പോലത്തെ വേദനയിൽ ഞാൻ നടന്നുകൊണ്ടിരുന്നേ. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? 6 വർഷം. 6 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. നടക്കാൻ പോലും ഇഞ്ചക്ഷൻ വരെ എടുത്തതാണ്. കുറച്ച് മുമ്പേ വരെ വേദനയായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം നടക്കാൻ പറ്റി. ഒരു കുഴപ്പമില്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. തുടങ്ങി നെഞ്ചും ഭയങ്കര വേദനയായിരുന്നു.
പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് ഡോക്ടറെ അടുത്ത് പോയി ECG എടുത്തതാണ്. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ നെഞ്ചിന്റെ പുറത്തിന്റെ വേദന, അതുപോലെ ഇടത്ത കൈയൊക്കെ എനിക്ക് തളർന്നു പോണ പോലെയായിരുന്നു. കർത്താവ് സൗഖ്യം തന്നു. ആമേൻ. സ്വോത്രം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പോയിട്ട് ECG ഒക്കെ എടുത്തതാണ് വേദനയായിട്ട്, പക്ഷെ മാറിയിട്ടില്ലായിരുന്നു. ഡോക്ടറെ കാണിച്ചിട്ട് മാറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ കംപ്ലീറ്റ് ശരീരവും സൗഖ്യമായി. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ പാസ്റ്ററെ? പറഞ്ഞു. എനിക്കുണ്ടല്ലോ എന്റെ രണ്ട് കൈമുട്ടും എടുത്ത് ഭയങ്കര വേദനയായിരുന്നു. ഒരു 21 ഞാൻ മറിഞ്ഞു വീണ് ഈ ബാത്റൂമിന്റെ സൈഡിൽ എന്റെ കൈ അടിച്ച് ഭയങ്കര വേദനയാണ്. എനിക്ക് ഒന്നും എടുക്കാനും പാത്രം ഒന്നും കഴുകാൻ പറ്റൂലായിരുന്നു. ഭയങ്കര വേദന. എന്നാലും രണ്ട് കൈയിലും ഈ കൈമുട്ടിന്റെ സൈഡില് തൂങ്ങി ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് നീര്. അപ്പോഴ് ഇന്ന് ഞാൻ ഇങ്ങനെ പലവട്ടവും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ആ വേദന എനിക്ക് നല്ല കുറവുണ്ട്. ആമേൻ. എനിക്ക് വേദന ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടെന്നാണോ മാറിയെന്നാണത്? എനിക്ക് നല്ല മാറിയതായിട്ടാണ് എനിക്ക് അറിയാവുന്നത്. ആമേൻ. എത്ര എന്ന് തുടങ്ങി? 2021 ഇത് 21 മുതൽ എനിക്ക് ഈ വേദനയാണ്. ഓ, 21 മുതൽ. 21 ജനുവരി മാസം തൊട്ടുള്ളതാണിത്. ആമേൻ. സ്വോത്രം. എനിക്ക് അത് സിസ്റ്റർക്ക് ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ വേദന മാറിയെന്നാണ് സിസ്റ്റർ പറഞ്ഞേ? മാറി. ആമേൻ. അതായത് 2021 തുടങ്ങിയ വേദനയാണ് വീഴ്ച നിമിത്തം ഇന്ന് 2024. അപ്പോൾ എത്ര വർഷമായി? 1, 2, 3, 4 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് കർത്താവ് അത് സൗഖ്യമാക്കിയത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അനേകരെ സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. ഹലോ, പറഞ്ഞു. ചേട്ടന് എന്റെ നടുവേദന മാറിയിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിലല്ല കേട്ടോ ബ്രദറെ, 2-3 ദിവസം മുമ്പ് ആയിരുന്നേ. 25 വർഷമായി നടുവേദനയാണ് പാസ്റ്റേ. ഓ സ്വോത്രം. 25 വർഷം ഉപയോഗിക്കണം. ഇപ്പൊ വേദന ഇല്ല? 25 വർഷമായി. ഗൾഫിൽ ഇപ്പൊ ഇല്ല. എന്നും രാവിലെ ഓയിൽമെന്റ് ചോദിച്ചോണ്ട് എഴുന്നേറ്റ് വരണേ. ഇപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന നാമത്തിൽ ഓയിൽമെന്റ് മറന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ഓയിൽമെന്റ് ചോദിക്കാറേയില്ല. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു പറഞ്ഞേക്കണോ കേട്ടോ ഒന്ന്. ആമേ. സാക്ഷ്യം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഇത് വലിയ അത്ഭുതമാണ്. 25 വർഷമായിട്ട് ഉള്ള നടുവേദനയാണ്. ഓയിൽമെന്റ് തൂത്തുകൊണ്ടിരിക്കുന്ന വേദനയായിരുന്നു. പക്ഷേ ഇപ്പം പറഞ്ഞു ഒരു വേദനയില്ല, പൂർണ്ണ സൗഖ്യം. ഇപ്പോൾ ഒരു ഓയിൽമെന്റും വേണ്ട. കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞു. ഹലോ. ബ്രദർ, ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇന്നിപ്പോ ബ്രദർ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കല്യാണം കഴിഞ്ഞത് ശരിയായില്ല. രണ്ടാമത് കല്യാണം അതാവാത്തതില് ഒരു ഭാരപ്പെട്ടിരിക്കുന്ന ഒരു മകള്, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എനിക്കൊരു സഹോദരനും ഉണ്ട്. അത് ആലോചന ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് വെളിപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ആ കൃപാവരം ദൈവാത്മാവ് വെളിപ്പെടുത്തിയാണ്. കൃപാവരത്തിലൂടെ അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇനി ആ ജീവിതത്തിൽ നിരാശ ഉണ്ടാകാതെ, ആ സംഭവിച്ചത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും നമുക്കറിയില്ല നമ്മളെവിടെ കൈ കൊടുക്കണം, ആരെ ബന്ധപ്പെടണം, എന്തെങ്കിലും നമ്മുടെ അറിവില്ലായ്മയുടെ സംഭവിച്ചാണ്. പക്ഷേ എങ്കിലും ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് മുന്നോട്ട് നല്ലൊരു ഭാവിയെ ദൈവം തുറക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഒരു വർഷമായിട്ട് ഈ കൈയുടെ 2 മുട്ടിന് നല്ല വേദനയായിരുന്നു. ജോലി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങ് കുത്തി വലിച്ച വേദനയായിരുന്നു. ഒരു 3-4 ദിവസത്തേക്ക് മുമ്പ് പ്രാർത്ഥിച്ചപ്പോ നല്ല സൗഖ്യം കിട്ടി. ഇപ്പൊ ആ വേദന ഒരു ശകലം പോലും ഇല്ല ബ്രദറെ. നല്ല പൂർണ്ണ സൗഖ്യം. എത്ര വർഷം കൊണ്ടുണ്ട് ബ്രദറെ? ഒരു വർഷമായിട്ടുണ്ടായിരുന്നു. ഓ സ്വോത്രം. ഒരു വർഷമായിട്ടുണ്ടായിരുന്ന വേദന, ഭയങ്കര വേദന സിസ്റ്റർ പറഞ്ഞ പോലെ ഭാരപ്പെട്ടു. പക്ഷേ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. കർത്താവ് അങ്ങ് തൊട്ട്. ആമേൻ. ആമേൻ. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ് ബ്രദറെ, കേൾക്കാവോ? കേൾക്കുന്നുണ്ട്.
ആദ്യമായിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത്. ഇതൊരു സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ് ഇതിനകത്ത് വന്നത് ഈ ടൈമിൽ. ഞാൻ എന്നും ഈ ഓൺലൈൻ എങ്ങനോ എനിക്ക് യൂട്യൂബിലാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി, എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനകത്ത് ബലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ രാത്രിയിൽ കഴിഞ്ഞിട്ട് പിറ്റേന്ന് അത് യൂട്യൂബിൽ കിട്ടുമ്പോൾ ഞാൻ രാവിലെ മുതൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ എങ്ങനെയോ എനിക്കത് കിട്ടി. അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വചനത്തിലൂടെ കിട്ടിയ ഒരു ബൈബിൾ വായിച്ചപ്പോൾ എന്നെ ഒരു വാക്യം കിട്ടി എനിക്ക് കണ്ണുനീരിൻ്റെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഒരു 2-3 മാസത്തിന് മുമ്പാണ് ബ്രദർ അത് പ്രസംഗിച്ചത്. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടൊന്നും, ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ എങ്ങനെ ഉരുവായി വരുന്നതെന്നും നിങ്ങൾ അറിയാത്തതുപോലെ. ആ ഒരു വചനം എനിക്ക് നേരത്തെ കിട്ടി. അപ്പം ഞാൻ ഇതിങ്ങനെ ചിന്തിച്ചു, അതെൻ്റെ കണ്ണുനീരിനെ എനിക്കൊന്ന് ബലപ്പെടുന്നതായിട്ട് തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രദർ ഈ വചനത്തെക്കുറിച്ച് പറയുകയും അത് ഇങ്ങനൊരു കാറ്റിൻ്റെ ഗതി എങ്ങനെയെന്ന് നിങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞത് എനിക്കത് ഒത്തിരി ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതായത് മൂത്ത മോൻ +2 കഴിഞ്ഞതിന് ശേഷം നേഴ്സിങ്ങിന് പോകാനായിട്ട് നിൽക്കുന്നു. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഒരു നിവൃത്തിയില്ല, ഒരു സാധ്യതകളുമില്ല, ശമ്പളങ്ങൾ ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്ത് ചെയ്യും, എങ്ങനെ ആയിരിക്കുമെന്ന് കരഞ്ഞ സ്ഥാനത്താണ് ഈ വചനം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഈ ഫോൺ എടുത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, എല്ലാ വചനങ്ങളും കേൾക്കും. അപ്പം ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് 1-2 ദിവസം പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്രദർ എന്തോ പ്രസംഗിച്ച് വേറെ വചനത്തിലൂടെ വരുമ്പോൾ പറയുന്നു, കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കാറ്റിൻ്റെ ഗതി അങ്ങോട്ട്. അപ്പോൾ വീണ്ടും എന്നെ ഉറപ്പിച്ചു. ഇതൊരു സാക്ഷി. എൻ്റെ കുഞ്ഞിന് ആദ്യത്തെ ഫീസ് കുറച്ച് അടച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ ആന്ധ്രയിൽ പോയി അവനെ ചേർക്കുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം മെനഞ്ഞാന്നത്തെ ഒരു സാക്ഷ്യം. ഓക്കെ, അത് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കറക്റ്റ് ഡേറ്റ്. ഞാനൊരു വളരെ ആത്മീയമായ ഒരു വിഷയത്തിൽ എന്നെ ഒരു സഹോദരി, അതായത് എനിക്കൊരു ഭാരപ്പെടുത്തി. അതെൻ്റെ കുടുംബമായിട്ട് നേരത്തെ ഉള്ളതാണ്. അപ്പം അത് തലേന്നാണ് നിങ്ങളിത് യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരുന്നത്. പിറ്റേന്ന് ഞാൻ ഇതേപോലെ ഒരുപാട് കരഞ്ഞിട്ട് ഇത് കേട്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ വളരെയധികം ഭാരപ്പെട്ട് എനിക്ക് കണ്ണുനീര് പിടിച്ചടക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഭാഗത്താണ് ന്യായവും നീതിയും, അതെനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പം ബ്രദർ ഇതിനകത്ത് അവസാനം പറഞ്ഞിട്ടുണ്ട്, 1976 ഏപ്രിൽ മാസത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ മക്കൾക്ക്, എനിക്ക്, എൻ്റെ എല്ലാവർക്കും, എൻ്റെ മാതാവിനും പിതാവിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് 1976 മെയ് 31 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം വീണ്ടും ബ്രദർ പറയുന്നുണ്ട് അത് കാണിക്കുന്നത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്താ. അപ്പം ഞാൻ ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നെ അതങ്ങ് ക്യാച്ച് ചെയ്യുന്ന പോലായി. എൻ്റെ ആ ഭാരത്തിൻ്റെ വിഷയത്തിൽ എനിക്കങ്ങ് അഴിയുന്നത് പോലെ തോന്നി. അപ്പോഴും കാണാൻ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, ഈ സാക്ഷ്യം ആരെങ്കിലും അവസാനം ഏറ്റെടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്നാൽ അവരുടെ ആയിരിക്കും. എന്നാലും എന്നെ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആരും അത് പറയുന്നില്ല. പക്ഷേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1976 ഏപ്രിൽ 23. അപ്പോൾ ദൈവാത്മാവ് എന്നെ കണ്ടു, എൻ്റെ ആ വിഷയത്തിന് എന്നോട് സംസാരിച്ചതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം. ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത്. മോൻ ആന്ധ്രയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ ഗ്രൂപ്പ് ബോട്ടിമിൽ വിളിക്കും, അത് മാറ്റി വെച്ചിട്ട് ഈ സാക്ഷ്യം പറയാൻ എന്നെ ഒത്തിരി ഹേമിക്കുന്നുണ്ട്. അതായത് ഇത് പറയണം എന്ന് എൻ്റെ ആത്മാവിലായതുകൊണ്ട് ഞാൻ കുറേ ദിവസങ്ങളിൽ ഇത് പറയാഞ്ഞ് ഭാരപ്പെട്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര സാക്ഷ്യമായിരുന്നു. ഇത് അനേകർക്ക് ഒരു ആശ്വാസമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. എത്ര പേർ ഇത് കേട്ടായിരുന്നു ഈ ഡേറ്റ്? ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും നമുക്ക് ഈ ഓരോ ദിവസവും കർത്താവ് ഈ പ്രവചനാലോചനയാണ് അത് വെളിപ്പെട്ടത്. സിസ്റ്റർ പറഞ്ഞ പോലെ ആദ്യം വചനം ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കർത്താവ് ഇടപെട്ടതുപോലെ ആദ്യം നമുക്ക് വചനം ഇടപെട്ടു. ഗർഭിണി, അതായത് കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് നിങ്ങൾ അറിയാത്തതുപോലെ സകലത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല എന്ന് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, വചനം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് ബലപ്പെടുത്തി. പിന്നെയും ആ വചനം എടുത്തു പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ എങ്ങനെയോ കേട്ടതാണ്. അതാ പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളും സൂമിൽ കാണുന്നവരുമുണ്ട്. ഇതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ഇതേപോലെ അവർ കാണുന്നുണ്ടോ. അതാണ് ഞാൻ ഈ ഷെയറിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം. നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പോൾ സൗരി പറഞ്ഞ പോലെ തന്നെ വീണ്ടും അത് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ദിവസം എന്ത് ചെയ്തു, സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ പറഞ്ഞെനിക്കറിയില്ല, സർട്ടിഫിക്കറ്റിലുള്ള നമ്പർ ഡേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ കറക്റ്റ് ആ ഡേറ്റ് ഓഫ് ബർത്ത് സൗകര്യക്ക് അറിയാം ആ ഡേറ്റ് എന്നാന്നുള്ളത്. അതേ ഡേറ്റ് ഓഫ് ബർത്തും വർഷവും ഇടപെട്ടിട്ട് കർത്താവ് ആ വ്യക്തിയെ വീണ്ടും ഉറപ്പിച്ചു കൊടുത്തു. ആ വചനം കേട്ട വ്യക്തിയെ ദൈവം ഉറപ്പിച്ചു തരുവാന്ന് പറഞ്ഞു. സിസ്റ്റർ ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം എന്താ സിസ്റ്റർ, അതൊന്ന് പറഞ്ഞു ഒന്ന് ക്ലിയർ ആകാവോ? ഡേറ്റ് ഓഫ് ബർത്ത് 1976 മെയ് 31. അത് യഥാർത്ഥമല്ല, ഡേറ്റ് ഓഫ് ബർത്ത് അത്. അപ്പൊ ഹസ്ബൻഡിനും മക്കൾക്കും 1976 മെയ് 31 അറിയത്തുള്ളൂ.
പക്ഷേ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവത്തിന് കറക്റ്റ് അറിയാം ഓ 1976 അതാണ്, അതായത് യഥാർത്ഥത്തിൽ സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത് മെയ് മാസം അല്ലേ? സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത് മെയ് മാസം. അത് വലിയൊരു മിറക്കിൾ അല്ലേ സിസ്റ്ററെ? കട്ടായി പോയോ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കട്ടായി പോകുന്നത്. സിസ്റ്റർ പറഞ്ഞത് സർട്ടിഫിക്കറ്റിലുള്ളത് മെയ് മാസം, അതായത് ഹസ്ബൻഡിൻ്റെയും പിള്ളേർക്കും അറിയാൻ ഇപ്പം നമ്മുടെ SLC പോലുള്ള സർട്ടിഫിക്കറ്റുകളുള്ളത് സിസ്റ്റർ സർട്ടിഫിക്കറ്റിലുള്ളതല്ലേ പറഞ്ഞു? സർട്ടിഫിക്കറ്റിൽ മെയ് 31. മെയ് 30. ഒറിജിനൽ ഏപ്രിലാ അല്ലേ? 23. അന്നേരം ബ്രദർ പറഞ്ഞത് 1976 ഏപ്രിൽ മാസത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൊ ഞാൻ ചിന്തിച്ചു അത് എന്തുവായിരിക്കും, ഇനി അന്ന് വല്ലതും നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും സംഭവിച്ചോ. വീണ്ടും ബ്രദർ പറയുന്നുണ്ട് 1976 ഏപ്രിൽ 23 കഴിഞ്ഞ ദിവസം സഹോദര ബന്ധത്തിൽ നിന്നൊരു സംഭവം വന്നിട്ട് ഹൃദയത്തെ താങ്ങുവാൻ വയ്യാതെ ഭാരപ്പെടുത്തുന്നു. കാരണം ഞാൻ രാത്രിയിൽ ഉറങ്ങിയില്ല. അതൊരു ആത്മീയ വിഷയമോ അല്ലാതെ വേറൊരു വിഷയമല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ, എനിക്ക് മാത്രമേ ഈ രഹസ്യം അറിയൂ. കാരണം എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ 23 അപ്പൊ ദൈവത്തിനും അറിയാം. അപ്പൊ എനിക്കത് ഒത്തിരി സന്തോഷം. അയ്യോ, ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. അതായത് ഏപ്രിൽ മാസം എന്ന് ആദ്യം പറഞ്ഞു, പിന്നെയും ദൈവാത്മാവ് നിർബന്ധിച്ച് ഏപ്രിൽ മാസം 23 ജനിച്ചൊരു വ്യക്തി ആ ഡേറ്റ് ഓഫ് ബർത്തിൽ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ വിഷയം നിറച്ച് നോക്കി. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് പ്രവചന വരം. ഇത് 2 വരങ്ങളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. പ്രവചന വരവും രണ്ടാമത്തത് വേർഡ് ഓഫ് വിസ്ഡവും. അതായത് ഡിസേണിങ് സ്പിരിറ്റ് അല്ല, വിവേചനാത്മാവല്ല. അതായത് ആദ്യത്തെ വരവും ഇടയ്ക്കത്തെ 7ാമത്തെ വരവാണ് ഉപയോഗിക്കപ്പെട്ടത്. എന്ത് സംഭവിച്ചു? ആ സിസ്റ്റർ തകർന്ന മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് വെളിപ്പെടുത്തി. അതായത് ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം ഇപ്പോൾ ചിലർ പറയത്തില്ല ബ്രദർ എന്തൊക്കെയോ കണക്കൂട്ടി പറയും. അപ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കുവാണെങ്കിൽ അതിലെ ഡേറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മെയ് മാസമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന മാസം, ഭൂമിയിൽ ജനിച്ച മാസം ഏപ്രിൽ മാസമാണ്, 23. അത് പക്ഷേ ഡേറ്റിലില്ല. അതാണ് എനിക്ക് അതിശയിപ്പിച്ച് ആ സാക്ഷ്യം അവർ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് എനിക്കൊരു അവിടെ എത്തിയപ്പോഴാണ് വീണ്ടും എടുത്ത് ചോദിച്ചത്. പക്ഷെ വെളിപ്പെട്ടത് 23. ഏപ്രിൽ മാസത്തിൽ 23 ജനിച്ച വ്യക്തിയെ കർത്താവ് തൊടുന്നു എന്ന് വ്യക്തമായിട്ട് പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, സഹോദര സംബന്ധ വിഷയത്തെ കർത്താവ് സ്പർശിക്കുന്നു, വലിയൊരു സമാധാനം കർത്താവ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞതുപോലെ ബാക്കി ആർക്കും അറിയാത്തത്, അതായത് ഹസ്ബൻഡിനോ പിള്ളേർക്കോ അറിയാത്ത കാര്യത്തെ ജനിച്ച വർഷത്തെ കർത്താവ് ദിവസത്തെയും ഡേറ്റിനെയും കർത്താവ് വെളിപ്പെടുത്തി ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കൃപാവരങ്ങളുടെ പ്രാധാന്യങ്ങളെപ്പറ്റി? ഇതുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഈ കാണുന്ന മതത്തിൻ്റെ സഭയല്ല, യേശുവിൻ്റെ ശരീരത്തിൻ്റെ സഭ. ഇപ്പോൾ സഹോദരി ഭാരപ്പെട്ടിരിക്കുമല്ലേ? അപ്പം നമുക്ക് പ്രാർത്ഥന മാത്രം പോരാ, ഈ കൃപാവരങ്ങളിലൂടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ദൈവത്തിന് പറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇന്ന് സാക്ഷ്യം പറയാൻ കാണിച്ച ആ നല്ല മനസ്സിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ സാക്ഷ്യം പറയുന്നവർ ഓർത്ത് എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ നേരിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞവരുണ്ട് കോട്ടയത്തൊക്കെ, ഇനി തൃശ്ശൂർ വന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ നിങ്ങളെ ഓർത്ത് വളരെ സന്തോഷം. കാര്യം നമ്മൾ ധൈര്യം കാണിക്കണം. ഇതേപോലെയുള്ള അനേകർക്ക് യേശുവിലേക്ക് വരും. എന്നെപ്പോലെ വചനം ശുശ്രൂഷിക്കുന്നവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങൾ. ഞങ്ങളെ വീണ്ടും വീണ്ടും പറയുവാൻ നമുക്ക്, ഞാനും പറഞ്ഞു, നമ്മളും പല രീതിയിൽ മാനസികമായിട്ട് പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ എനിക്ക് പിന്നെയും ഒരു ദിവസവും കൂടെ വചനം പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ദൈവം തരുന്ന ധൈര്യങ്ങളിൽ ഒന്നാണ് ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ വാക്കുകളും നിങ്ങൾ മുമ്പോട്ട് വന്ന് പറയാൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് പിന്നെയും കർത്താവ് ഇടപെടുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ ഒരു മടിയും കാണിക്കരുത്. നമ്മൾ യേശുവിനെ ഉയർത്തിയാൽ ദൈവം നമ്മളെ പിടിച്ചങ്ങ് ഉയർത്തും. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. സാക്ഷ്യം പറഞ്ഞവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പിന്നെ ഒരു വാക്കും കൂടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സാക്ഷ്യങ്ങളിലേക്ക് ഉള്ളവർക്ക് കിടക്കാം. ചുരുക്കം വാക്കുകളിൽ പറയാൻ അവസരമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യത്തിന് വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ സമയത്തിൻ്റെ സാവകാശങ്ങളൊന്ന് ഒത്തു വരുവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഫെബ്രുവരി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ ബ്രോഷർ ഞാൻ പിന്നെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ കാണുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ അകത്ത് വിളിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, തുടക്കത്തിൽ ഇനി മുതലൊന്ന് പറയുന്ന കാര്യം ആരെങ്കിലും ഓർപ്പിക്കണം. നിങ്ങൾ ഈ നമ്പറുകളിൽ വിളിച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എത്ര പേരാണ് വരുന്നെന്നുള്ളതിൻ്റെ കണക്കുകൾ എല്ലാ ജില്ലയിൽ നിന്ന് വരുന്നവർ പറയണം. ഈ മാസം ഇനി തീരാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഡിസംബർ പകുതിയോടെ നമുക്ക് ഓഡിറ്റോറിയങ്ങളാണെങ്കിൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, ഹോളാണെങ്കിൽ ഹോള് ബുക്ക് ചെയ്യണം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് അവരോട് പറയണം. മുൻകൂട്ടി നമ്മൾ എന്തായാലും 1.5 മാസം മുമ്പ് ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് വരാൻ വേണ്ടി ആരൊക്കെ ഉണ്ടെന്ന് സഹോദരങ്ങൾ എന്നോട് പ്രയർ ലൈനിൽ അവർ പറഞ്ഞു, അവർ താല്പര്യപ്പെടുന്നുണ്ട് ബ്രദറെ. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റുകൾ എടുക്കണമെങ്കിലും നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ പ്രോസസ്സിങ്ങുകൾ ചെയ്യണമെങ്കിൽ അതിനെല്ലാം വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. അത് നമ്മളിപ്പോൾ ഒരു നാൾ സംഭവിച്ച പോലെ ഓള് ബുക്ക് ചെയ്താൽ പിന്നെ പെട്ടെന്നൊരു ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത്ര നിങ്ങൾക്കറിയാം, ഓരോ ഹോളുകൾക്കുള്ള ബഡ്ജറ്റുകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് എറണാകുളം പോലൊരു ടൗണിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ള ആ സമയത്ത് ബുദ്ധിമുട്ട്, കാരണം ചുരുങ്ങിയ സമയങ്ങളുള്ളൂ.
മുൻകൂട്ടി നിങ്ങൾ പറയുക. കൺഫേം ആണെങ്കിൽ മാത്രം പറയുക. നിങ്ങൾ ബ്രദറെ ഞാൻ വരുന്നുണ്ട്, എൻ്റെ വരവ് കൺഫേം ആണ്, അല്ലെങ്കിൽ എനിക്ക് ചിലർ പറയുമല്ലോ അയ്യോ ബ്രദറെ നോക്കട്ടെ എന്ന് പറഞ്ഞവർ നിങ്ങൾ വിളിക്കേണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയത്തില്ല. കൺഫേം ഉള്ളവർ വിളിച്ച് പറയുക, അത് നമുക്ക് ഉറപ്പിക്കുക. നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങളെ സീറ്റുകളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. നമുക്കറിയാം കസേരകളൊക്കെ ആ ഹോൾ എടുക്കുന്ന ഹോളിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും അവർ കസേര ഇട്ടേക്കുന്നത്. അതിൻ്റെ മുകളിൽ വന്നാൽ നമുക്ക് പറ്റില്ല. അതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനകത്ത് വാട്സാപ്പ് നമ്പറുകളുണ്ട്, ഇതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പുകളിലേക്കും ബന്ധപ്പെടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് പ്രവചന വര ശുശ്രൂഷകൾ, കൃപാ വര ശുശ്രൂഷകൾ നമ്മൾ എത്രത്തോളം ബലപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ബിസിനസ്സുകൾ, നിങ്ങളുടെ ജോലികളിലൊക്കെ ഇത് ഉപയോഗിക്കാം. നിങ്ങളുടെ ഫിനാൻസ് മേഖലയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. യേശു നിങ്ങളെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഈ ഭൂമി നമുക്ക് ദൈവം 100 വയസ്സെങ്കിൽ അതിന് മുകളിൽ പോയാലും സുവിശേഷം പറയണം. എപ്പോഴും പറയണം, ഞാൻ ജീവിച്ച് ഈ ഭൂമിയിൽ എനിക്ക് കർത്താവ് 100 നമുക്ക് കൺഫേം ആയുസാണ്. അതിന് മുകളിലോട്ട് ദൈവം തന്നാൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ, കർത്താവിൻ്റെ വരവ് വരെ ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് നടന്ന് സുവിശേഷം പറഞ്ഞതിന് ശേഷമേ ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ലാതെ ഷുഗറും പ്രഷറും മാരക രോഗവും ക്യാൻസറും പിടിച്ചുകൊണ്ട് യേശു നല്ലവനെന്ന് പാട്ട് പാടാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണമെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രുചിച്ചറിയണം ദൈവം നല്ലവനാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. മഹത്വത്തിൽ ഞങ്ങൾ നൽകുന്നു കർത്താവേ. ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാണല്ലോ. ഇപ്പം തന്നെ ഈ വേദന മാറിയവരൊക്കെ പറയാൻ കാണിക്കുന്ന നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും പറയുക. നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ മേൽ രോഗത്തിന് അവകാശമില്ല. പറയണം, ആ സൗരി പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ മക്കളാണ്, നമ്മൾ സൗഖ്യത്തിൻ്റെ അവകാശിയാണെന്ന് കൊച്ചുമോനെ പറഞ്ഞു പഠിപ്പിച്ചു. അവനത് പ്രാപിച്ചു. ഡോക്ടറെ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ അത്ഭുതം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ ഇടയെ തീർന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. നിങ്ങൾക്ക് തുടർമാനമായിട്ട് സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഞാൻ ആദ്യം തന്നെ ഒരു ദർശനം കണ്ടത് പറയുവാണേ. ഞാനാണെങ്കിൽ രാവിലെ ഇന്നലെ ഉച്ച സമയത്തൊന്ന് ചിരിയൊക്കെ മയങ്ങാന്ന് പറഞ്ഞങ്ങോട്ട് കടന്ന ഉടനെ ഞാൻ എന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുവാണ്. ഒരു പതിഞ്ഞ സ്വരത്തിൽ ഒരു സ്ത്രീ സ്വരമാണ് ഞാൻ കേട്ടത്. എന്നോട് പറയുന്നു, മോളെ നീ അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മോളെ എന്ന് പറയുന്നൊരു സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഒരു സ്ത്രീ സ്വരമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ സിസ്റ്റർ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അനുഗ്രഹമാണ്. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ തോൽക്കുമാറാക്കുന്നു. എനിക്കൊന്നും ഒരിക്കലും ഒരു ദോഷം വരരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഓടിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നും പേടിക്കണ്ട. നമ്മൾക്ക് അധികാരമുണ്ട്. നമ്മൾ തിരിച്ച് വചനം പറഞ്ഞത് യേശു ചെയ്ത് അങ്ങനെയാണ്. പിശാചിനെ വചനം പറഞ്ഞ് ഓടിച്ചു കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. പറഞ്ഞു. ആദ്യം ആലോചന പറഞ്ഞില്ലേ ബ്രദറെ? ആദ്യത്തെ ഒരു ആലോചന പറഞ്ഞില്ലായിരുന്ന ബ്രദറെ? ഒരു മോളെ വിവാഹം കഴിഞ്ഞ് വളരെ ദുഃഖത്തിലാണ്, ദൂരെ മാറി നിൽക്കുകയാണെന്ന്. അത് എന്റെ മോളെ പറ്റി ഞാൻ ഒരുപാട് ഭാരപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു ബ്രദറെ. ഞാൻ ഏറ്റെടുക്കുകയാണത് എന്റെ മോളെ കാര്യത്തിനായിട്ട്. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കും സിസ്റ്ററെ. കർത്താവ് വലിയ അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ധൈര്യമായിട്ടിരിക്കുക. സാക്ഷ്യം കൂടെ ഉണ്ട് ബ്രദറെ. പറഞ്ഞു. തോമസ് പറ, ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വല്ലാതെ അരക്കുന്ന വേദനയായിരുന്നു. ഞാൻ ബ്രദർ വരുന്ന എല്ലാ വചനവും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു ദിവസം ഒരു പുറത്ത് പോയിക്കുന്നപ്പം നൂലെഴയുന്ന പോലെ എന്റെ കയ്യേന്ന് ഞാൻ വലിച്ചെടുക്കുവാണ്. പക്ഷെ എന്റെ കയ്യിലൊന്നും കിട്ടുന്നില്ല. വീട്ടിൽ വന്നപ്പോ എന്റെ അരയ്ക്കുന്ന വേദനയെല്ലാം മാറി. സൈഡെ ആ വേദന പൂർണ്ണമായി മാറി. അന്നേരം ആ നൂല് വന്നത് എന്തുവാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എത്ര വർഷമായിട്ടുള്ള വേദനയാണ്? കുറെ 5-6 മാസം കൊണ്ടുള്ള അരയ്ക്കുന്ന ഈ തോളെല്ലാം അരച്ച വേദന, സഹിക്കത്തില്ല അതേ വേദനയായിരുന്നു. അതിങ്ങനെ ഞാൻ ഈ വചനമെല്ലാം പറഞ്ഞ് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പുറത്ത് പോയി ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് എന്റെ ദേഹത്ത് ഇങ്ങനെ നൂലെഴയുന്ന പോലെ തോന്നിക്കുവാണ്. കയ്യെ ഞാൻ വലിച്ചു കളയാൻ, പക്ഷെ ഒട്ടും വരുന്നില്ല. വീട്ടിൽ വന്നപ്പോ ആ വേദന പൂർണ്ണമായിട്ടും എനിക്ക് മാറി കിട്ടി. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?
ഹലോ പറഞ്ഞോ ബ്രദറെ. ഹലോ പറഞ്ഞോ. ബ്രദറെ, ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ആയിരുന്നേ. അപ്പൊ നാളെ തീരുമാനം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ തൊണ്ടയിൽ ഇങ്ങനെ കൈവച്ചിന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അത് കഴിഞ്ഞപ്പോ മാറിയായിരുന്നു. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി അപ്പ. ആ തൊണ്ടവേദന സൗഖ്യമാക്കിയത് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ. ബ്രദറെ, ഞാനൊന്ന് പറഞ്ഞല്ലോ, ഞാൻ ഒരു 25 വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഒരു ഫാമിലി പ്രശ്നമാണ്. അപ്പം അതേ വിഷയം തന്നെ ഇന്ന് ആ വിഷയത്തെ പറ്റി ചർച്ചയായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞതല്ല, അതേപോലെ അതിന് ഒരു മാറ്റവും വന്നില്ലല്ലോ, അതേപോലെയാണല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ അന്ന് തുടങ്ങി ബൈബിളൊക്കെ വായിച്ചു വചനമൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പം പറയുമായിരുന്നു, അന്നേരം എന്നെ കളിയാക്കും, നീ സുവിശേഷം കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സുവിശേഷമല്ല, അതെന്റെ എൻ്റെ ആവശ്യവും എൻ്റെ അവകാശവുമാണ്, അത് കാരണം ഞാൻ പറയുന്നതെന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഇന്ന് അതേ വിഷയത്തെ പറ്റി ആ വ്യക്തിയോട് സംസാരിച്ചു ഞാൻ. ഇതന്ന് ഞാൻ പറഞ്ഞ വാക്കിന് ഒരു വ്യത്യാസവും വന്നില്ലെന്നാണ്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ അത് വരും. അത് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. നന്ദി കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് തൊട്ടതിന് നന്ദി, യേശുവിനകത്ത് തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഒരാളും കൂടെ ഉണ്ട് സാക്ഷ്യം പറയാം, പെട്ടെന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കാനിരുന്ന് പ്രാർത്ഥന തുടങ്ങി. കുറെ സമയം പ്രാർത്ഥിച്ചിട്ട് 1 hour പ്രാർത്ഥിച്ച് ആകുമ്പോ എനിക്ക് എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ട് ഒരു ദേവദാസി ബൈബിളും പിടിച്ച് വന്ന് വെക്കുന്നത് ഞാനിങ്ങനെ കാണുക. കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്റെ അപ്പ എന്നോട് എന്താ പറയുന്നത്, ആരാ വന്നിരിക്കുന്നത്, എന്റെ മുറ്റത്ത് ആരോ വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ എനിക്ക് തന്നെ ഇങ്ങനെ പറയാനത് അവര് വരട്ടെ എന്നിട്ട് പറയാമെന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന പിന്നെ ഞാൻ ദൈവത്തിനോട് ചോദിക്കും, അപ്പൊ എന്നോട് പറയാനുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണേ, എനിക്ക് കാണിച്ചു തരണേ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പം ബ്രദറിന്റെ കൂട്ടായ്മ വന്നേരം ഇങ്ങനെ വചനമൊക്കെ ശക്തിപ്പെട്ട് വരുമ്പോ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ എനിക്കറിയില്ല, ഒരു സമാധാനം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത് ബ്രദർ ഒന്ന് പറയാം. തീർച്ചയായിട്ടും വെച്ചാൽ അത് കൂടുതൽ സിസ്റ്റർ എന്ന് വെച്ചാൽ ആഴങ്ങളിലേക്ക് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരണേന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ സിസ്റ്റർ പറയുമ്പോൾ കർത്താവ് അതിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. കൂടുതൽ വ്യക്തമായി കർത്താവ് അത് കാണിച്ചു തരും കേട്ടോ. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ ഇടയായിത്തീരും. കർത്താവ് അത് അത്ഭുതമാക്കി തീർക്കും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. എനിക്ക് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ഒരു മാസത്തിലേറെയായിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഒരു 1.5 മാസത്തെ ഇലക്ഷന്റെ പുറകിലായിരുന്നു. ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ള ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രങ്ങളിലൊക്കെ നിങ്ങൾ ബഹളം കാണുമായിരിക്കും, പാലക്കാട് നടക്കുന്ന വോട്ടിരട്ടിപ്പ് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അടിപിടിയൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവ് ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തിക്കാമെന്ന് പിതാവ് നന്ദി പറയും. ആമേൻ. ആമേൻ. നമുക്കറിയാം തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെയായിരുന്നു, ഒത്തിരി സ്ട്രഗിളിലൊക്കെയായിരുന്നു. എങ്കിലും കർത്താവ് അതൊക്കെയും അദ്ദേഹത്തിന് അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റാൻ ഇടയായിരുന്നു. ദൈവം കൂടെ ഇരുന്ന് പല അനർത്ഥങ്ങളിലൂടെ വരേണ്ട സ്ഥാനങ്ങളിൽ പോലും പറഞ്ഞതുപോലെ ദൈവമക്കൾ ഇരിക്കുന്നിടത്ത് സമാധാനം ഉണ്ടാവും. അത് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലസ് യു. കർത്താവ് അത് അത്ഭുതമാക്കി തീർത്തതിന് നന്ദി പറയുന്നു. നിങ്ങൾ സാക്ഷ്യങ്ങൾ വോയിസ് റെക്കോർഡുകളിലേക്ക് യൂട്യൂബിലുള്ളവരേക്ക് നിങ്ങൾ കഴിവതും നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലൈവിലുള്ളവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കൂടാം. യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ നമുക്ക് ഒരുമിച്ച്